ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ദ അൾട്ടിമേറ്റ് PSC. നമ്മളിന്ന് 2025 PSC ഇന്ത്യൻ ജോഗ്രഫി എന്ന ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമാണ് നോക്കാൻ പോകുന്നത്. ആൻഡ് പുതിയ ടെക്സ്റ്റ് ബേസ് ചെയ്ത് വന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും റിലേറ്റഡ് ഫാക്ട്സ് പുതിയ ടെക്സ്റ്റിൽ നിന്ന് തന്നെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും എന്നാണ് എൻ്റെ വിശ്വാസം. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ചോദ്യം, അസം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത് ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. സംരാമതി, തെമ്പു, കാങ്ടോ, നംച ബർവ. ഇതിൽ ഏതാണ് അസം ഹിമാലയ പർവ്വതങ്ങളിൽ ഉയരം കൂടിയത് എന്നാണ് ചോദ്യം. പഴയ ടെക്സ്റ്റ് ബുക്ക് പഠിച്ചു തുടങ്ങിയ ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ അത് പഠിച്ചു കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ നമുക്കറിയാം, നമ്മളിങ്ങനെ അസം ഹിമാലയം എന്നൊന്നും വേറെ ഒരു ക്ലാസിഫിക്കേഷൻ ഒന്നും പഠിക്കുന്നില്ല. അപ്പോൾ ഇത് പുതിയ ടെക്സ്റ്റിൽ വന്നിട്ടുള്ള ചോദ്യമാണ്. ഉത്തരം പറഞ്ഞിട്ട് കണക്റ്റഡ് ഫാക്റ്റിലോട്ട് പോകാം. നംച ബർവയാണ് ഉത്തരം. അസം ഹിമാലയത്തിൽ ഏറ്റവും ഉയരം കൂടിയത് നംച ബർവയാണ്. അപ്പോൾ അതിൻ്റെ കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറയാം. ഓക്കെ, നമ്മുടെ ഹിമാലയ മേഖലകളെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. ഹിമാലയ മേഖലകളെ എത്രയായിട്ട് തരംതിരിക്കാം? മൂന്നായിട്ട് തരംതിരിക്കാം. അതൊന്ന് പടിഞ്ഞാറൻ ഹിമാലയ മേഖലയം, അതുപോലെ അടുത്തത് മധ്യ ഹിമാലയം, അടുത്തത് കിഴക്കൻ ഹിമാലയം. അപ്പോൾ ഹിമാലയൻ മേഖലകളെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം. ഇതിൽ പടിഞ്ഞാറൻ ഹിമാലയം എന്ന് പറഞ്ഞാൽ അത് പിന്നെയും നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇതിന് പടിഞ്ഞാറൻ ഹിമാലയത്തിന് അത് ഏതൊക്കെയാ? അത് നമ്മുടെ ജമ്മു കാശ്മീരിൻ്റെ ഭാഗത്ത് വരുന്ന കാശ്മീർ ഹിമാലയം, പിന്നെ ഹിമാചൽ പ്രദേശ് വരുന്നതുകൊണ്ട് ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം എന്നിങ്ങനെ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം പടിഞ്ഞാറൻ ഹിമാലയത്തിനെ. നമ്മുടെ സിന്ധു നദിയും ഗോഗ്ര നദിയുടെ പോഷക നദിയായിട്ടുള്ള ഗാഗ്ര നദിയുടെ പോഷക നദിയായിട്ടുള്ള കാളി നദിയും വേർതിരിക്കുന്ന ഹിമാലയൻ ഭാഗമാണ് പടിഞ്ഞാറൻ ഹിമാലയം എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ഹിമാലയ മേഖലകളെ മൂന്നായി തരംതിരിക്കാം. പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം. അതിൽ തന്നെ പടിഞ്ഞാറൻ ഹിമാലയത്തെ മൂന്നാക്കാം. കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, അതുപോലെ ഉത്തരാഖണ്ഡ് ഹിമാലയം. പടിഞ്ഞാറൻ ഹിമാലയത്തെ വേർതിരിക്കുന്ന നദികൾ സിന്ധു നദിയും കാളി നദിയുമാണ്. കാളി നദി ഏത് നദിയുടെ പോഷക നദിയാണ്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഗാഗ്ര നദിയുടെ പോഷക നദിയാണ്. ഓക്കെ, അതാണ് പടിഞ്ഞാറൻ ഹിമാലയം. ഇനിയുള്ളതാണ് മധ്യ ഹിമാലയം. ഈ മധ്യ ഹിമാലയത്തിനെ നമുക്ക് നേപ്പാൾ ഹിമാലയം എന്നും വിളിക്കാം. ഒരു എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നേപ്പാൾ ഹിമാലയം എന്ന് വിളിക്കപ്പെടുന്നത് ഏത് ഹിമാലയ മേഖലയാണെന്ന് ചോദിച്ചാൽ അത് മധ്യ ഹിമാലയത്തിനെയാണ്. നേപ്പാൾ ഹിമാലയം ഇവിടെയാണ്. നമ്മുടെ സിക്കിം, ഡാർജിലിംഗ് ഈ ഏരിയയൊക്കെ വരുന്നത് മധ്യ ഹിമാലയത്തിലാണ്. പിന്നെ മധ്യ ഹിമാലയത്തിനെ വേർതിരിക്കുന്ന നദികൾ കാളിയും ടീസ്തയുമാണ്. കാളി നദിയും ടീസ്ത നദിയുമാണ്. മറ്റേത് നമ്മൾ ഏതൊക്കെയാ പറഞ്ഞത്? സിന്ധു നദിയും കാളി നദിയും. ഇത് കാളി നദിയും ടീസ്ത നദിയുമാണ് മധ്യ ഹിമാലയത്തെ വേർതിരിക്കുന്നത്. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലുള്ള അസം ഹിമാലയം എന്നുള്ളത് കിഴക്കൻ ഹിമാലയത്തിന്റെ മറ്റൊരു പേരാണ്. എന്താണ്? കിഴക്കൻ ഹിമാലയത്തിന്റെ മറ്റൊരു പേരാണ് അസം ഹിമാലയം എന്നുള്ളത്. ഓക്കെ, അസം ഹിമാലയത്തെ വേർതിരിക്കുന്ന നദികൾ ടീസ്ത നദിയും ബ്രഹ്മപുത്ര നദിയുമാണ്. ഏതൊക്കെ നദികളാണ്? ടീസ്ത നദിയും ബ്രഹ്മപുത്ര നദികളുമാണ് അസം ഹിമാലയത്തെ വേർതിരിക്കുന്നത്. പിന്നെ എന്താ പറയുന്നേ? പടിഞ്ഞാറൻ ഹിമാലയത്തെ അപേക്ഷിച്ച് കിഴക്കൻ ഹിമാലയത്തിന് ഉയരം കുറവാണ്. പടിഞ്ഞാറൻ ഹിമാലയത്തെ അപേക്ഷിച്ച് കിഴക്കൻ ഹിമാലയത്തിന് ഉയരം കുറവാണ്. ടീസ്ത നദിയും ബ്രഹ്മപുത്ര നദിയുമാണ് ഇതിനെ വേർതിരിക്കുന്നത്. ഏതിനെ? കിഴക്കൻ ഹിമാലയം അഥവാ അസം ഹിമാലയത്തെ വേർതിരിക്കുന്ന നദികളാണ് ടീസ്ത നദിയും ബ്രഹ്മപുത്ര നദിയും. ഈ അസം ഹിമാലയത്തിലെ പ്രധാന കൊടുമുടിയാണ് നമ്മളിപ്പോൾ ഉത്തരം കണ്ട നംച ബർവയുടെ ഉയരം എത്രയാണ്? 7756 മീറ്റർ. 7756 മീറ്റർ ആണ് നംച ബർവയുടെ ഉയരം. ഓക്കെ, അപ്പോൾ കിഴക്കൻ ഹിമാലയത്തിന് മറ്റൊരു പേരാണ് അസം ഹിമാലയം. അസം ഹിമാലയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് നംച ബർവ. അതിൻ്റെ ഉയരം 7756 മീറ്റർ ആണ്. ഇനി കിഴക്കൻ ഹിമാലയത്തിലൂടെ പോകുന്ന പ്രധാന നദികളാണ് ബ്രഹ്മപുത്ര, കാമെങ്, ലോഹിത്, സുബാൻസിരി. ബ്രഹ്മപുത്രയും സുബാൻസിരിയൊക്കെ നമുക്ക് പരിചിതമാണ്. ലോഹിത്തും പരിചിതമാണ്. കാമെങ് ഓർത്ത് വെച്ചോ. ബ്രഹ്മപുത്ര, കാമെങ്, ലോഹിത്, സുബാൻസിരി എന്നിവ കിഴക്കൻ ഹിമാലയത്തിലെ പ്രധാന നദികളാണ്.
ഇനി അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായി ബന്ധിപ്പിക്കുന്ന ബോംഡില പാസ് അതുപോലെ മ്യാൻമറുമായി ബന്ധിപ്പിക്കുന്ന ദിഫു എന്നിവ പ്രധാന ചുരങ്ങളാണ്. എവിടെയുള്ളത്? കിഴക്കൻ ഹിമാലയത്തിലെ. അപ്പോൾ കിഴക്കൻ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട 2 ചുരങ്ങളാണ് ബോംഡില പാസും അതുപോലെ തന്നെ ദിഫു ചുരവും. ദിഫു ഞാൻ കേട്ടിട്ടില്ല ഇത് വായിക്കുന്നതിന് മുമ്പ്. അപ്പോൾ ദിഫു ചുരം അരുണാചൽ പ്രദേശിനെ മ്യാൻമറുമായി ബന്ധിപ്പിക്കുന്നതാണ് ദിഫു. അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായി ബന്ധിപ്പിക്കുന്നതാണ് ബോംഡില പിന്നെ എപ്പോഴും PSC ചോദിക്കുന്നതാണ്. അപ്പോൾ അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ബോംഡില ചുരം. അതുപോലെ മ്യാൻമറുമായി ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ദിഫു ചുരം. അപ്പോൾ ബോംഡില ചുരവും അതുപോലെ തന്നെ ദിഫു ചുരവും ഏത് ഹിമാലയത്തിന്റെ ഭാഗമാണ്? കിഴക്കൻ ഹിമാലയം അഥവാ അസം ഹിമാലയത്തിന്റെ ഭാഗമാണ്. ഇത് ഇനി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. ഇവിടെ നിന്ന് നംചപർവ ചോദിച്ച സ്ഥിതിക്ക് ബോംഡില പാസ് അല്ലെങ്കിൽ ദിഫു ചുരം ചോദ്യത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. ദിഫു ചുരം ഓർത്തു വെച്ചോളുക. മ്യാൻമറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മ്യാൻമറും അരുണാചൽ പ്രദേശും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ദിഫു ചുരം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. കാശ്മീർ ഹിമാലയ ഭാഗത്ത് നമ്മൾ പറഞ്ഞല്ലോ പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, അതുപോലെ തന്നെ കിഴക്കൻ ഹിമാലയം അല്ലേ. അതിൽ പടിഞ്ഞാറൻ ഹിമാലയത്തിനെ പിന്നെ മൂന്നായി തിരിക്കാം. ഏതൊക്കെയായിരുന്നു? കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, ഉത്തരാഖണ്ഡ് ഹിമാലയം. അതിലെ കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടു, ഇതൊക്കെ പുതിയ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കാശ്മീർ ഹിമാലയ ഭാഗത്ത് കണ്ടുവരുന്ന കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനം ഏതാണ്? ടെറായി, എസ്കർ, കരൈവ, ബാബർ. ഏതാണ്? കരൈവ എന്നാണ് പറയാം കേട്ടോ. കരീവ എന്നാണ് ഓപ്ഷനിൽ കൊടുത്തേക്കുന്നത്. കരൈവ. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. കണ്ടോ, ഹിമാലയ പർവ്വത പ്രദേശത്ത് പൊതുവായി കാണപ്പെടുന്നത് ഏത് മണ്ണാണ്? പർവ്വത മണ്ണാണ്. ഉത്തര പർവ്വത മേഖലകളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന മണ്ണ് പർവ്വത മണ്ണാണ്. അതുപോലെ വനമണ്ണുമാണ് കാണപ്പെടുന്നത് അല്ലേ. അത് പർവ്വതത്തിൻ്റെ ഘടന അനുസരിച്ചൊക്കെ ഈ പർവ്വത മണ്ണായിക്കോട്ടെ വനമണ്ണായിക്കോട്ടെ അതിൻ്റെ വലുപ്പവും ഘടനയൊക്കെ മാറിക്കൊണ്ടിരിക്കും. ഇനി താഴ്വാരങ്ങളിൽ കാണപ്പെടുന്നത് എന്താ? താഴ്വാരങ്ങളിൽ ജൈവാംശം കൂടുതലുള്ള മണ്ണുകളാണ് കാണപ്പെടുന്നത്. ജൈവാംശം കൂടുതലുള്ള മണ്ണുകൾ. അപ്പോൾ ഹിമാലയ പർവ്വത പ്രദേശത്ത് പൊതുവെ കാണപ്പെടുന്നത് പർവ്വത മണ്ണും വനമണ്ണുമാണ്. താഴ്വാരങ്ങളിൽ കാണപ്പെടുന്നത് വലിയ തരിയല്ലാത്ത ചെറിയ തരികളോട് കൂടിയ ജൈവാംശം കൂടുതലുള്ള മണ്ണാണ്. ഇനി ഉയർന്ന ചെരിവുകളിലാണെങ്കിലോ ജൈവാംശം കുറഞ്ഞ മണ്ണാണ് കാണപ്പെടുന്നത്. ഓക്കെ, ജൈവാംശം കുറഞ്ഞ മണ്ണാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഈ താഴ്വരകളിൽ എക്കൽ മണ്ണിൻ്റെ നിക്ഷേപമാണ് പ്രധാനമായിട്ടും കണ്ടുവരുന്നത്. എക്കൽ മണ്ണ്. ഓക്കെ, അപ്പോൾ ഓർത്തിരിക്കണം, ഹിമാലയ പർവ്വത പ്രദേശത്ത് പൊതുവായി കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? അതായത് പർവ്വത മേഖലകളിൽ പൊതുവായി കാണപ്പെടുന്ന മണ്ണ് പർവ്വത മണ്ണ്. കൂടുതൽ ചോദിക്കുന്ന പർവ്വത മണ്ണാണ് വനമണ്ണ്. താഴ്വാരങ്ങളിൽ ജൈവാംശം കൂടുതലുള്ള മണ്ണാണ് കാണപ്പെടുന്നത് അല്ലേ. ഏതാണ് ആ ജൈവാംശം കൂടുതലുള്ളതെന്ന് പറഞ്ഞില്ല. താഴ്വാരങ്ങളിൽ നേർത്ത തരിയോടുകൂടിയ ജൈവാംശം കൂടുതലുള്ള മണ്ണ് കാണപ്പെടും. ഇനി ഉയർന്ന ചരിവുകളാണെങ്കിലോ വലിയ തരികളോടുകൂടിയ ജൈവാംശം കുറഞ്ഞ മണ്ണ് കാണപ്പെടും. ഓക്കെ, അപ്പോൾ ഈ താഴ്വാരങ്ങളിൽ കാണപ്പെടുന്ന ജൈവാംശം കൂടുതലുള്ള മണ്ണ് എക്കൽ മണ്ണിൻ്റെ നിക്ഷേപമാണ്. എക്കൽ മണ്ണ് നല്ല ഫലഭൂയിഷ്ഠമുള്ള മണ്ണാണ് എക്കൽ മണ്ണ്. കാശ്മീർ താഴ്വരകളിലെ ഹിമാനികൾ നിക്ഷേപിക്കുന്ന അവസാദങ്ങളാണ് കരൈവാസ്. കാശ്മീർ താഴ്വരകളിൽ ഹിമാനികൾ നിക്ഷേപിക്കുന്ന അവസാദങ്ങളാണ് കരൈവാസ്. എന്താണ് കരൈവാസ്? നേർത്ത മണലും ജൈവാംശവും നിറഞ്ഞ മണ്ണാണ്. ഇത് കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമാണ്. കണ്ടോ, ഇവിടെ നിന്നാണ് ചോദ്യം വന്നേക്കുന്നത്. നമ്മളെ പഴയ ടെക്സ്റ്റ് ബുക്കിൽ ഈ കുങ്കുമപ്പൂ കൃഷിൻ്റെ പിക്ചറും കാര്യങ്ങളൊക്കെ ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ മണ്ണിനെ കുറിച്ചില്ല. പക്ഷെ +2ൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ +1ൻ്റെ ടെക്സ്റ്റ് ബുക്കിൽ ഇതുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് ടെക്സ്റ്റ് ബുക്ക് റിവൈസ് ചെയ്തപ്പോൾ 9ാം ക്ലാസ്സിൽ ഇതുണ്ട് കേട്ടോ. 9ാം ക്ലാസ്സിൽ 2ാമത്തെ പാഠഭാഗമാണ്. അപ്പോൾ എന്താ പറഞ്ഞത്? ഹിമാലയ പർവ്വത ഭാഗത്ത് കൂടുതൽ കാണപ്പെടുന്നത് പർവ്വത മണ്ണും വനമണ്ണും. താഴ്വാരങ്ങളിൽ നേർത്ത തരി, അതായത് ചെറിയ തരിയും ജൈവാംശം കൂടുതലുമുള്ള എക്കൽ മണ്ണിൻ്റെ നിക്ഷേപങ്ങൾ. ഉയർന്ന ചെരിവാണെങ്കിലോ, ചെരിവാകുമ്പം നല്ലതെല്ലാം ഒലിച്ചു പോകും, അല്ലെങ്കിൽ നല്ലതെല്ലാം ഒലിച്ചു പോകുമെന്ന് ഓർത്താൽ മതി. അതായത് ജൈവാംശം കുറഞ്ഞ മണ്ണാണ് ഉയർന്ന ചെരിവിലുള്ളത്. ഇനി കാശ്മീർ താഴ്വരകളിലോ കരൈവാസ് ആണ് കാണപ്പെടുന്നത്. ആരാണ് ഈ കരൈവാസ് ഉണ്ടാക്കുന്നത്? ഹിമാനികളാണ്. ഹിമാനികൾ മഞ്ഞാണല്ലോ. അപ്പോൾ ഹിമാനികൾ നിക്ഷേപിക്കുന്ന അവസാദങ്ങളാണ് എന്ത്? കരൈവാസ്. എന്താണ് കരൈവ എന്ന് പറയുന്ന മണ്ണിൻ്റെ പ്രത്യേകത? നേർത്ത മണലുണ്ടാകും, പിന്നെ നല്ല ജൈവാംശം ഉണ്ടാകും. നേർത്ത മണലുണ്ടാകും, നല്ല ജൈവാംശം ഉണ്ടാകും. ഇത് ഏത് കൃഷിക്കാണ് ഏറ്റവും അനുയോജ്യം? കുങ്കുമപ്പൂ കൃഷിക്ക് അനുയോജ്യമാണ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചോദ്യം നോക്കാം.
ദേശീയ ഹരിത ട്രിബ്യൂണൽ നിയമം മൂലം നിർത്തിവെച്ച ഖനന പ്രവർത്തനം ഏതാണ്? അത് റാറ്റ് ഹോൾ മൈനിങ് ആണ് കേട്ടോ. റാറ്റ് ഹോൾ മൈനിങ്. ഇതിൽ പിന്നെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും ഇന്ത്യൻ ജോഗ്രഫിയുടെ ക്വസ്റ്റ്യൻസും കൂടെ മിങ്കിൾ ചെയ്താണ് കിടക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ ജോഗ്രഫി മാത്രമേ ഞാൻ ഇതിനകത്ത് പറയുള്ളൂ കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. മധ്യഘട്ടത്തിലോ കീഴ്ഘട്ടത്തിലോ അവസാദങ്ങളുടെ ഭാരം കാരണം വളഞ്ഞു പുളഞ്ഞു ഒഴുകുന്ന നദി സൃഷ്ടിക്കുന്ന ഭൂരൂപം ഏതാണ്? എന്താ പറഞ്ഞത്? മധ്യഘട്ടത്തിൽ നദിക്ക് ഉപരിഘട്ടം, മധ്യഘട്ടം, കീഴ്ഘട്ടം എന്നിങ്ങനെ പറഞ്ഞിട്ട് 3 ഘട്ടങ്ങളുണ്ട് ഒരു നദി ഒഴുകി അത് നദീമുഖത്ത് എത്തുന്നത് വരെ. അപ്പം മധ്യഘട്ടത്തിൽ അല്ലെങ്കിൽ കീഴ്ഘട്ടത്തിൽ ഈ നദി ഒഴുക്കി കൊണ്ടുവരുന്ന അവസാദങ്ങളുടെ ഭാരം സഹിക്കാൻ പറ്റാണ്ട് നദി വളഞ്ഞു പൊളഞ്ഞൊഴുകും. അങ്ങനെ ഉണ്ടാകുന്ന ഭൂരൂപം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. പ്രളയ സമതലം, എക്കൽ കോണുകൾ, മടഞ്ഞിട്ട അരുവികൾ, ഓക്സ്ബോ തടാകങ്ങൾ. ഉത്തരം വരുന്നത് ഓക്സ്ബോ തടാകങ്ങളാണ്. ഡി, ഓക്സ്ബോ തടാകങ്ങൾ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാം. ഓക്കെ, പ്രഭവസ്ഥാനം മുതൽ നദീമുഖം വരെയുള്ള ചരിവിലെ വ്യത്യാസമനുസരിച്ച് നദീമാർഗത്തെ, അതായത് നദി ഇതിലൂടെ പോകുന്നു, അതിനെ നമുക്ക് 3 ഘട്ടമായിട്ട് തരംതിരിക്കാം. ഏതൊക്കെ ഘട്ടമാണെടാ? ഉപരിഘട്ടം അഥവാ അപ്പർ കോഴ്സ്. നദി എവിടെ നിന്ന് രൂപം കൊള്ളുന്നു ആ ഭാഗമാണ് ഉപരിഘട്ടം. പിന്നെയോ രണ്ടാമത്തെ ഘട്ടമാണ് മധ്യഘട്ടം, മൂന്നാമത്തെ ഘട്ടമാണ് കീഴ്ഘട്ടം എന്ന് പറയുന്നത്. അപ്പം നദി ഉത്ഭവിക്കുന്ന സ്ഥലത്ത് നിന്ന്, അതായത് ഉപരിഘട്ടത്തിൽ നദി കുത്തനെയുള്ള ചെരുവിലൂടെയൊക്കെ ഭയങ്കര വേഗത്തിൽ ഒഴുകും അല്ലേ? ഉപരിഘട്ടത്തിൽ നദി എങ്ങനെയാണ് ഒഴുകുക? കുത്തനെയുള്ള ചെരുവിലൂടെ അതിവേഗത്തിൽ നിന്ന് ഒഴുകും. നമുക്കറിയാം ഒരു ഹൈറ്റിൽ നിന്നായിരിക്കുമല്ലോ നദി ഉത്ഭവിക്കുക. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കുത്തനെ ചെരുവുണ്ടാകും. കുത്തനെ ചെരുവിലൂടെ വെള്ളം ഒഴുകുമ്പോൾ നല്ല സ്പീഡിൽ ഒഴുകും അല്ലേ? അങ്ങനെ സ്പീഡിൽ ഒഴുകുമ്പോൾ എന്താ? അപരദന പ്രക്രിയയുടെ തീവ്രത കൂടുതലായിരിക്കും. അപരദന പ്രക്രിയയുടെ തീവ്രത കൂടുതലായിരിക്കും. നദി കുത്തനെ ഒഴുകുമ്പോൾ അപരദന പ്രക്രിയയുടെ തീവ്രത കൂടുതലായിരിക്കും. ചെരിവ് താരതമ്യേന കുറവ് എവിടെയാണ്? അടിവാരത്തേക്ക് എത്തുമ്പോൾ, അടിവാര മേഖലയിലൂടെ ഒഴുകുമ്പോൾ ആ സമയത്ത് അപരദന തീവ്രത കുറവായിരിക്കും. പിന്നെ എന്ത് കൂടും? നിക്ഷേപണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. ആ ഘട്ടമാണ് മധ്യഘട്ടം എന്ന് വിളിക്കുന്നത്. ഒന്നുകൂടെ പറയാം. നദി ആരംഭിച്ച്, അതായത് നദിയുടെ ഉത്ഭവ സ്ഥലത്ത് നിന്ന് പിന്നെ നദിയുടെ യാത്ര തുടങ്ങുവാണല്ലോ. അങ്ങനെ വരുമ്പോൾ ഒരു ഹൈറ്റിൽ നിന്നായിരിക്കുമല്ലോ നദി ഉത്ഭവിക്കുക. അങ്ങനെ ഉത്ഭവിക്കുമ്പോൾ നദി കുത്തനെയുള്ള ചെരുവിലൂടെ ഒഴുകും. അങ്ങനെ ചെരുവിലൂടെ ഒഴുകും. നമ്മളിപ്പോൾ ചെരുവിലൂടെ ഓടി എങ്ങനെ ഉണ്ടാവും? ഭയങ്കര സ്പീഡായിട്ടില്ല. അതുപോലെ നദി കുത്തനെയുള്ള ചെരുവിലൂടെ വരുമ്പോൾ ഭയങ്കര വേഗത്തിൽ ഒഴുകും. ആ ഘട്ടമാണ് ഏത്? ഉപരിഘട്ടം, അതായത് ഫസ്റ്റത്തെ ഘട്ടം. അങ്ങനെ ആകുമ്പോൾ നദി ഇങ്ങനെ പോരുമ്പോൾ നമ്മളിങ്ങനെ സ്പീഡിൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ചരലിട്ട വഴി കൂടെ, കുത്തനെയുള്ള വഴി കൂടെ ഓടുക എന്ന് വിചാരിക്കുക. നമ്മൾ ഓടുമ്പോൾ നമ്മളെ കൂടെ അവിടെയുള്ള കല്ലും മണ്ണൊക്കെ കുറേ നമ്മളെ കൂടെ വരില്ലേ? നമ്മളെ ചെരുപ്പിലാകും, കുറേ നമ്മൾ തട്ടിക്കളഞ്ഞ് താഴോട്ടേക്ക് വരും. അതുപോലെ നദി ഇങ്ങനെ കുത്തനെ ഒഴുകി വരുമ്പോൾ നദിയുടെ കൂടെ ആ കുത്തനെ ഒഴുക്കിൽ ആരെയൊക്കെ കിട്ടുന്നോ അവരെയൊക്കെ കൂട്ടിക്കൊണ്ടാണ് നദി വരിക. അതാണ് അപരദനം എന്ന് വിളിക്കുന്നത്. അപ്പം നദി അങ്ങനെ വരുമ്പോൾ എന്ത് കൂടുതലായിരിക്കും? സ്പീഡിൽ വരുമ്പോൾ കൂടൂലേടാ, അപരദനം കൂടൂലേ? സ്പീഡിൽ വരുമ്പം നദി കൂട്ടിക്കൊണ്ടുവരുന്ന ആൾക്കാരുടെ എണ്ണം കൂടും അല്ലേ? അതാണ് അപരദന പ്രക്രിയ കൂടും, തീവ്രത കൂടും എന്ന് പറയുന്നത്. ഇനിയോ നദി ഉപരിഘട്ടത്തിൽ നിന്നും താഴേക്കിറങ്ങി, അതായത് ചെരിവുള്ള പ്രദേശത്ത് കൂടെ ഒഴുകി അടിവാരത്തെത്തി. ഇപ്പം നമ്മൾ ചുരം ഇറങ്ങുമ്പോൾ ആലോചിച്ചാൽ മതി. ചുരം ഇറങ്ങിക്കഴിഞ്ഞ് നമ്മൾ എങ്ങോട്ടെത്തി? അടിവാരത്തെത്തി. അടിവാരത്തിൽ എത്തുമ്പോഴാണ്, അതാണ് മധ്യഘട്ടം എന്ന് പറയുന്നത്. ഈ മധ്യഘട്ടത്തെത്തുമ്പോൾ നമ്മുടെ അപരദന തീവ്രത കുറയും. അപരദന തീവ്രത കുറയാന്ന് പറയുമ്പോൾ കുത്തനെ അല്ലല്ലോ നദി ഒഴുകുന്നത്, നേരെയല്ലേ പോകുന്നത്. അപ്പം ഇങ്ങനെ എല്ലാവരെയും വലിച്ചോണ്ട് പോകില്ല. ഒറ്റയ്ക്ക് പോകാനായിട്ട് നദിക്കറിയാം. സ്പീഡ് കൂടുമ്പോഴാണല്ലോ എല്ലാവരെയും വലിച്ചോണ്ട് പോവുക. അപ്പോൾ അപരദന തീവ്രത കുറയും. പിന്നെയോ എന്താ അവിടെ വരിക? നിക്ഷേപണ പ്രവർത്തനം ആരംഭിക്കും. എന്താ? നിക്ഷേപണ പ്രവർത്തനം. ഓക്കെ, അപ്പം നമ്മൾ പിന്നെ എന്താ പറയുക, ചുരത്തിൽ കൂടെ ഒക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ചുരം ഇറങ്ങിക്കഴിഞ്ഞ് താഴെ എത്തി കോഴിക്കോട് അടിവാരമൊക്കെ എത്തുമ്പോൾ, താമരശ്ശേരിയൊക്കെ എത്തുമ്പോൾ നമ്മളൊന്ന് നിർത്തുമില്ലേ? ഫുഡൊക്കെ കഴിക്കാണ്ട് വയനാട്ടിൽ നിന്ന് കയറിയിട്ടുണ്ടെങ്കിൽ നമ്മളെ വണ്ടി നമ്മളൊന്ന് അവിടെ നിക്ഷേപിച്ച് നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ച് സെറ്റാക്കും അല്ലേ? അപ്പോൾ അതാണ് നിക്ഷേപണ പ്രവർത്തനം ആരംഭിക്കും. അപരദന തീവ്രത കുറയും. ഓർക്കണം. അപ്പോൾ ഫസ്റ്റത്തെ ഘട്ടം ഉപരിഘട്ടം. ഉപരിഘട്ടത്തിൽ നദി ഭയങ്കര സ്പീഡിൽ പോകും, അതുകൊണ്ട് അപരദന തീവ്രത കൂടുതലാണ്. രണ്ടാമത്തെ ഘട്ടം മധ്യഘട്ടം. നദിയുടെ വേഗത കുറയും. വേഗത കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആര് കുറയും? അപരദന തീവ്രത കുറയും. പിന്നെ ആരെ വരിക? നിക്ഷേപണ പ്രവർത്തനം ആരംഭിക്കും. ഓക്കെ, അതാണ് രണ്ടാമത്തെ ഘട്ടം. അടിവാരത്ത് കൂടെ പോകുന്നു. പിന്നെയോ സമതല ഭാഗത്ത് കൂടെ നദി പോകുന്നതിനെയാണ് നമ്മൾ കീഴ്ഘട്ടം എന്ന് വിളിക്കുക. സമതല പ്രദേശത്ത് കൂടെ പോകുന്നു. ഓക്കെ, സമതല പ്രദേശം ആകുമ്പോഴും എന്താണ്? ഒഴുക്ക് എന്തായിരിക്കും? കുറവായിരിക്കും. നദിയുടെ സ്പീഡ് കുറവായിരിക്കും. നദിയുടെ സ്പീഡ് കുറയുമ്പോൾ അപരദന പ്രവർത്തനങ്ങൾ ഒട്ടും തന്നെ ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഘട്ടമാണ് കീഴ്ഘട്ടം.
അവസാദങ്ങൾ നദിയിൽ കൂടുതലായി കാണുന്നു. അതായത് ഇങ്ങനെ നദി ഇപ്പം യാത്ര തുടങ്ങിയതാണ്, മുകളിൽ നിന്ന് നദി യാത്ര തുടങ്ങിയതാണ് ഉപരിഘട്ടത്തിൽ നിന്ന്. ഉപരിഘട്ടം കഴിഞ്ഞു, മധ്യഘട്ടം കഴിഞ്ഞു, നമ്മൾ എവിടെ എത്തി? കീഴ്ഘട്ടം കഴിഞ്ഞു. അപ്പം നദിയുടെ കൂടെ ആരൊക്കെയാണോ വരുന്നത് അവരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അതിനെയാണ് നമ്മൾ അവസാദങ്ങൾ എന്ന് വിളിക്കുന്നത്. അതായത് അപരദന പ്രക്രിയയിലൂടെ നദിയുടെ കൂടെ കൂടിയിട്ടുള്ള ആൾക്കാരുണ്ടാവുമല്ലോ, അങ്ങനെയുള്ള ആൾക്കാരാണ് അവസാദങ്ങൾ. ഈ അവസാദങ്ങൾ താഴേക്ക് എത്തുമ്പോഴത്തേക്ക് കണ്ടിടത്തുനിന്ന് മുഴുവൻ കൂടിയിട്ടുണ്ടാകും. ഉപരിഘട്ടത്തുനിന്ന് കൂടിയിട്ടുണ്ടാകും, മധ്യഘട്ടത്തുനിന്ന് കൂടിയിട്ടുണ്ടാകും. അപ്പം ഇങ്ങനെയുള്ള അവസാദങ്ങൾ കൂടുതലായിട്ട് നദിയിൽ കാണപ്പെടുന്ന ഒരു സമയം കൂടെയാണ് ഈ കീഴ്ഘട്ടത്തിൽ നദി എത്തുന്ന സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഭയങ്കര അവസാദങ്ങൾ കൂടുതലായതുകൊണ്ട് അവിടെ എന്ത് കുറയും? ഒഴുക്കിൻ്റെ വേഗത കുറയും. നദിക്ക് എല്ലാവരെയും കൂടെ വലിച്ചുകൊണ്ട് പോകാനായിട്ട് പറ്റൂല, ഒഴുക്കിൻ്റെ വേഗത കുറയും. അതുപോലെ തന്നെ നിക്ഷേപണ പ്രവർത്തനങ്ങൾ കൂടുന്നു. ഇതേ കാര്യങ്ങളാണ് ഈ ടേബിളിൽ ഒന്ന് സമ്മറൈസ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. നമുക്കൊന്ന് നോക്കാം. ഉപരിഘട്ടം അഥവാ നദി തുടങ്ങുന്ന ഘട്ടം. ഉപരിഘട്ടം നദിയുടെ ഉത്ഭവ പ്രദേശമാണ്. കുത്തനെയുള്ള ചരിവിലൂടെ നദി ഒഴുകുന്നു. കണ്ടോ, ഈ പിക്ചർ നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. കണ്ടോ, കുത്തനെയുള്ള ചരിവിലൂടെ ഒഴുകുന്നു. അപ്പോൾ കുത്തനെയുള്ള ചരിവിലൂടെ ഒഴുകുമ്പോൾ എന്താ ഉണ്ടാവുക? ഭയങ്കര സ്പീഡായിരിക്കും അല്ലേ? സ്പീഡ് കൂടുമ്പോൾ അപരദന പ്രവർത്തനം കൂടും. എന്താ അപരദനം? വരുന്ന വഴിക്കുള്ള ആൾക്കാരെ മുഴുവൻ വിളിച്ചുകൊണ്ട് വരും, സ്പീഡിൽ വരുമല്ലേ? ഓക്കെ, അപ്പോൾ ശക്തമായ അപരദന പ്രവർത്തനം ഉണ്ടാകുന്നു. നിക്ഷേപിക്കാനുള്ള സമയമുണ്ടോ അവിടെ? നല്ല സ്പീഡിൽ വരിക, നിക്ഷേപിക്കാൻ സമയമുണ്ടോ? ഇല്ല, നിക്ഷേപണ പ്രവർത്തനങ്ങളില്ല. ഇനി ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ട പരിപാടി, ഉപരിഘട്ടത്തിലാണ് നമ്മൾ താഴ്വരകളും വെള്ളച്ചാട്ടങ്ങളും കാണുന്നത്. ഉപരിഘട്ടത്തിൽ കാണപ്പെടുന്ന ഭൂരൂപങ്ങൾ ഏതൊക്കെയാണ്? താഴ്വരകൾ, വെള്ളച്ചാട്ടങ്ങൾ. ഓർത്തിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. അപ്പോൾ ഉപരിഘട്ടം നദി ഉത്ഭവിക്കുന്ന സ്ഥലമാണ്. ഭയങ്കര സ്പീഡിൽ നദി വരുന്നു, ഭയങ്കര ശക്തമായ അപരദനം ഉണ്ടാകുന്നു, നിക്ഷേപണങ്ങളൊന്നും തന്നെ ഇല്ല. കാണപ്പെടുന്ന ഭൂരൂപങ്ങൾ ഇമ്പോർട്ടൻ്റ് മറക്കരുത്, താഴ്വരകളും വെള്ളച്ചാട്ടവുമാണ്. ഇനി മധ്യഘട്ടം. ഇവിടെ നിന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ വന്നത്. അടിവാരത്തു കൂടെയാണ് മധ്യഘട്ടം ഒഴുകുന്നത്. അപരദനവും നിക്ഷേപണ പ്രവർത്തനങ്ങളും സജീവം. പക്ഷേ അപരദനത്തിനേക്കാൾ കുറച്ചുകൂടെ കൂടുതലുള്ളത് നിക്ഷേപണ പ്രവർത്തനങ്ങളാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. പിന്നെ ഇവിടെയുള്ള ഭൂരൂപങ്ങൾ ഏതൊക്കെയാണ്? മിയാൻഡറുകളും ഓക്സ്ബോ തടാകങ്ങളും. ഓക്സ്ബോ ആണ് നമുക്കിപ്പോൾ ചോദിച്ചത്. അപ്പോൾ മധ്യഘട്ടത്തിൽ കാണപ്പെടുന്ന ഭൂരൂപങ്ങളാണ് മിയാൻഡറുകളും ഓക്സ്ബോ തടാകങ്ങളും. ഉപരിഘട്ടത്തിൽ കാണപ്പെടുന്നതാണ് താഴ്വരകളും വെള്ളച്ചാട്ടങ്ങളും. മധ്യഘട്ടത്തിൽ ഏതൊക്കെയാടാ? മിയാൻഡർ, ഓക്സ്ബോ തടാകം. ശ്രദ്ധിക്കുക, ഓർത്തു വെക്കണം, മിയാൻഡറുകൾ, ഓക്സ്ബോ തടാകങ്ങൾ. ഓക്കെ, ഇതാണ് മിയാൻഡറുകൾ കേട്ടോ, ഇതാണ് മിയാൻഡറുകൾ. ഇവിടെ ഇങ്ങനെ റൗണ്ടായിട്ട് ഈ കാണപ്പെടുന്നതാണ് ഓക്സ്ബോ തടാകങ്ങൾ. അതിൻ്റെ ഡീറ്റെയിൽ ഉണ്ട്, ഞാൻ തരാം. ഇനി കീഴ്ഘട്ടം കൂടെ നമുക്ക് പറയാം. കീഴ്ഘട്ടം ഇത് കൂടി ഒഴുകുന്നത് സമതല പ്രദേശത്തു കൂടെ ഒഴുകുന്നു. നിക്ഷേപണ പ്രവർത്തനങ്ങളായിരിക്കും കൂടുതൽ ഉണ്ടാവുക. ഇവിടെ കാണപ്പെടുന്ന ഭൂരൂപങ്ങളാണ് പ്രളയ സമതലങ്ങളും ഡെൽറ്റയും. ഏതൊക്കെയാ? പ്രളയ സമതലങ്ങളും ഡെൽറ്റയും. ഇതിൽ നിങ്ങൾ എന്ത് മറന്നാലും നിങ്ങൾ മറക്കാൻ പാടില്ലാത്ത സാധനങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഉപരിഘട്ടത്തിൽ കാണപ്പെടുന്ന ഭൂരൂപങ്ങൾ ഏതൊക്കെയാ? താഴ്വരകളും വെള്ളച്ചാട്ടങ്ങളും. വെള്ളച്ചാട്ടം ഒട്ടുമിക്ക ആൾക്കാർക്കും കിട്ടും, കാരണം ഹൈറ്റിൽ നിന്നാണല്ലോ. ഉപരിഘട്ടം ഹൈറ്റിലായതുകൊണ്ട് അത് കിട്ടും. പക്ഷെ താഴ്വര നിങ്ങളെ തെറ്റിപ്പിക്കും, മറന്നു പോകരുത്. താഴ്വര ഉപരിഘട്ടത്തിലാണ്. ഇനി അടുത്തതോ? താഴ്വര ഉപരിഘട്ടത്തിലാണ്. ഇനിയുള്ളതാണ് മധ്യഘട്ടം. മധ്യഘട്ടത്തിൽ നമ്മൾ ആരൊക്കെയാണെന്നാണ് പറഞ്ഞത്? മധ്യഘട്ടത്തിൽ വെച്ചിട്ട് തന്നെ മിയാൻഡറുകളും പിന്നെ ഒരാളെയും കൂടെ പറഞ്ഞല്ലോ, ഓക്സ്ബോ തടാകങ്ങൾ. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കലുണ്ട്, മറന്നു പോകരുത്, ഓക്സ്ബോ തടാകങ്ങൾ. ഓക്കെ, ഇനി കീഴ്ഘട്ടത്തിൽ നമ്മൾ ആരൊക്കെയാണ് പറഞ്ഞത്? കീഴ്ഘട്ടത്തിൽ നമ്മൾ പറഞ്ഞത് പ്രളയ സമതലങ്ങളെയും ഡെൽറ്റകളെയുമാണ്. ഈ പ്രളയ സമതലമായിക്കോട്ടെ ഡെൽറ്റ ആയിക്കോട്ടെ, ഇത് രണ്ടും നിക്ഷേപണ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടുണ്ടാവുന്ന ഭൂരൂപങ്ങളാണ് പ്രളയ സമതലവും ഡെൽറ്റയും. ഓക്കെ അല്ലേ? ഇനിയും ഓക്കെ, അപ്പോൾ ഈ ഭൂരൂപങ്ങൾ നിങ്ങൾ മറക്കാതെ ഓർത്തിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇപ്പം തന്നെ ഡീറ്റെയിൽസ് കുറച്ച് അധികമായോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. വീഡിയോ ഭയങ്കര ലെങ്ത് ആവും കേട്ടോ. ഇനി നറോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ, ഗുജറാത്ത്, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്. എവിടെയാണ് നറോറ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത്? ഇത് പഴയ SCRTയിൽ നിന്ന് വന്ന ചോദ്യമാണ്. പഴയ SCRTയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ചാപ്റ്റേഴ്സ് എന്തായാലും പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞു തന്നായിരുന്നു. വൈവിധ്യങ്ങളുടെ ഇന്ത്യ സാമ്പത്തിക ആസൂത്രണം. ഇതിൽ ഇന്ത്യ സാമ്പത്തിക ആസൂത്രണം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് കണക്കില്ല, അതിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഉത്തരം ഉത്തർപ്രദേശ് ആണ്. നമുക്കതിൻ്റെ കുറച്ച് ഡീറ്റെയിലിങ്ങിലോട്ട് പോവാം കേട്ടോ. ഓക്കെ, ഇന്ത്യയിലെ പ്രധാന ആണവോർജ്ജ നിലയങ്ങൾ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്റ്റേറ്റ്സുമാണ് കൊടുത്തിരിക്കുന്നത്. താരാപൂർ ഏത് സ്റ്റേറ്റിലാണ്, ഏത് സംസ്ഥാനത്താണ് താരാപൂർ എന്ന് പറയുന്ന ആണവോർജ്ജ നിലയമുള്ളത്? മഹാരാഷ്ട്രയിലാണ്. റാവത്ത് ബട്ട
രാജസ്ഥാനിലാണ്. താരാപൂർ മഹാരാഷ്ട്ര, റാവത്ബട്ട രാജസ്ഥാൻ, കൽപ്പാക്കം കൂടംകുളം ഇത് രണ്ടും തമിഴ്നാടാണ്, കൈഗ കർണാടകയാണ്, കക്രപ്പാറ ഗുജറാത്ത്, നറോറ ഉത്തർപ്രദേശ്. കണ്ടോ, ഇതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ നോക്കണം, താരാപൂർ മഹാരാഷ്ട്ര, റാവത്ബട്ട കിട്ടാടാകുന്നതാണ്, റാവത്ത് 6 വെച്ച് ഓർത്തോളൂ, രാജസ്ഥാൻ, റാവത്ബട്ട രാജസ്ഥാൻ, കൽപ്പാക്കം കൂടംകുളം നമുക്ക് പേര് കേൾക്കുമ്പോഴേ അറിയാം തമിഴ്നാട്, കൈഗ മാറിപ്പോവെങ്കിൽ കാ വെച്ചോർക്കണം കർണാടക, കൈഗ കർണാടക. അല്ലെങ്കിൽ കൈകയിലെ കായും കർണം ചെവിയാണല്ലോ, അപ്പോൾ കൈയും ചെവിയും അങ്ങനെ ഓർത്ത് വെക്കുക, കൈഗ കർണാടക, കക്രപ്പാറ ഗുജറാത്ത്, നറോറ ഉത്തർപ്രദേശ്. ഇതിൽ ഇന്നതെന്നൊന്നുമില്ല, ഏത് വേണമെങ്കിലും PSC ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്, നിങ്ങളിത് പഠിച്ചേ പറ്റുള്ളൂ. ഓക്കെ, അപ്പം അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ഓക്കെ, അപ്പം ഈ പേജ് ഓൾമോസ്റ്റ് നമ്മൾ തീർത്തു. ഇനിയിപ്പോൾ അടുത്തതിലോട്ട് പോവാം കേട്ടോ. ഗുർ, ഗണ്ഡസാരി എന്നീ പദങ്ങൾ ഏത് വ്യവസായവുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻസ് നോക്കാം. ഇരുമ്പുരുക്ക്, ടെക്സ്റ്റൈൽസ് വ്യവസായം, പഞ്ചസാര വ്യവസായം, രാസ വ്യവസായം. അപ്പോൾ ഗുർ, ഗണ്ഡസാരി എന്നീ പദങ്ങൾ പഞ്ചസാര വ്യവസായവുമായി ബന്ധപ്പെട്ടതാണെന്നുള്ളത് ഓർത്തിരിക്കുക. ഏതാണ്? പഞ്ചസാര വ്യവസായം. ഓക്കെ, ഈ ഉരുക്ക് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മാംഗനീസിൻ്റെ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം ഏതാണ് എന്നുള്ളത് ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ ആണ്. അത് എനിക്ക് തോന്നുന്നു മധ്യപ്രദേശും ഒഡീഷയും മാറി മാറി വരുന്ന ആൻസേഴ്സാണ്. അതായത് ചിലപ്പോൾ മധ്യപ്രദേശ് ആയിരിക്കും, ചിലപ്പോൾ ഒഡീഷ ആയിരിക്കും. അപ്പോൾ അങ്ങനെ മാറുന്നത് കൊണ്ട് ആണെന്ന് തോന്നുന്നു അത് എന്ത് ചെയ്തിട്ടുണ്ട്, ക്യാൻസൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഉരുക്ക് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ധാതു ഏതാണെന്ന് ചോദിച്ചാൽ അത് മാംഗനീസ് ആണ്. അത് വേറൊരു ക്വസ്റ്റ്യൻ ആണ്, ഇവിടെ നിന്നുള്ളത് ഓർത്തിരിക്കുക. ഗുർ, ഗണ്ഡസാരി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പഞ്ചസാര വ്യവസായം. മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന മണ്ണിനമേതാണ്? എന്താ? മൺസൂൺ മഴയും ഇടവിട്ട് വേനൽക്കാലവും അല്ലേ? നമ്മുടെ കേരളത്തിലൊക്കെ അങ്ങനെയല്ലേ, മൺസൂണും ഉണ്ട് വേനൽക്കാലവും ഉണ്ട്, മാറി മാറി വരും. അപ്പോൾ ഇവിടേക്കുള്ള മണ്ണ് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. കറുത്ത മണ്ണ്, B എക്കൽ മണ്ണ്, C പർവ്വത മണ്ണ്, D ലാറ്ററൈറ്റ് മണ്ണ്. ഉത്തരം D ലാറ്ററൈറ്റ് മണ്ണ്. നമുക്കതിൻ്റെ കുറച്ചുകൂടെ കാര്യങ്ങളൊന്ന് പഠിക്കാം. ഓക്കെ, കറുത്ത മണ്ണ് ഡെക്കാൻ പീഠഭൂമിയുടെ വടക്കു പടിഞ്ഞാറു ഭാഗം അതിവിശാലമായ ലാവാ പീഠഭൂമിയാണ്. നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിയുടെ ത്രികോണാകൃതിയിലുള്ള ഭാഗത്ത്, അതായത് നമ്മുടെ ത്രികോണാകൃതിയിൽ കാണപ്പെടുന്ന പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. അപ്പോൾ ഈ ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗം, ആ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് ഭയങ്കര ലാവാ പീഠഭൂമിയാണ്. ഓക്കെ, ഈ പ്രദേശങ്ങളിൽ ലാവാ പീഠഭൂമി ആയിട്ടുള്ള ഈ പ്രദേശത്തെ ബസാൾട്ട് ലാവാശിലകൾക്ക്, അതായത് ഒരു ആഗ്നേയശിലയാണ് ബസാൾട്ട്, ഈ ബസാൾട്ട് ലാവാശിലകൾക്ക് ഒരുപാട് കാലത്തെ അപക്ഷയം സംഭവിച്ച് രൂപം കൊള്ളുന്നതാണ് കറുത്ത മണ്ണ്. ആദ്യമായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ ഈ ടേംസ് ഒന്നും കേട്ടിട്ട് പേടിക്കാൻ നിൽക്കരുത്. ഒരു ശിലയാണ് ബസാൾട്ട് ശില, ഒരു ആഗ്നേയശില. അതായത് നമ്മുടെ ഭൂമിയിൽ വ്യത്യസ്തങ്ങളായ ശിലകളുണ്ട്, അതിലൊന്നാണ് ആഗ്നേയശില. ഈ ആഗ്നേയശിലകൾക്ക് അപക്ഷയം സംഭവിക്കുക എന്ന് വെച്ചാൽ കുറേ കാലങ്ങൾ കഴിയുമ്പോൾ ഈ ആഗ്നേയശിലകൾ പല കാരണങ്ങളാൽ പൊടിഞ്ഞ് മണ്ണാകും. ഓക്കെ, അങ്ങനെ ഉണ്ടാകുന്ന മണ്ണാണ് ഏത്? കറുത്ത മണ്ണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ച് രൂപം കൊള്ളുന്ന മണ്ണാണ് കറുത്ത മണ്ണ്. അതെവിടെയുണ്ട്? ഡെക്കാൻ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് ഇങ്ങനെയുള്ള മണ്ണ് വളരെ കൂടുതലായിട്ടുണ്ട്. ഓക്കെ, മഹാരാഷ്ട്ര, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ പ്രധാനമായും കർണാടക, തെലങ്കാന, ആന്ധ്ര, അതുപോലെ ഗുജറാത്ത്, തമിഴ്നാട് ഇവിടെ ഭാഗികമായും കറുത്ത മണ്ണ് കാണപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് കറുത്ത മണ്ണ്. അപ്പോൾ ഈ കറുത്ത മണ്ണ് എവിടെയാണ്? നമ്മുടെ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി, അതുപോലെ തന്നെ ഡെക്കാൻ പീഠഭൂമി, അതായത് ഉപദ്വീപീയ പീഠഭൂമിയിൽ മെയിനായിട്ട് കാണപ്പെടുന്ന ഒരു മണ്ണാണ് ഏത്? കറുത്ത മണ്ണ്. അതിൽ ഡെക്കാൻ പീഠഭൂമിയിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന മണ്ണാണ് കറുത്ത മണ്ണ്. പിന്നെ ഈ കറുത്ത മണ്ണുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എപ്പോഴും PSC ചോദിക്കുന്നതാണ് പരുത്തിയുടെ ഉൽപ്പാദനത്തിന്, പരുത്തി കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള മണ്ണ് എന്ന് ചോദിക്കാറുണ്ട്. അതിന് 2 ഉത്തരമുണ്ട്. എക്കലും നല്ലതാണ്, അതുപോലെ തന്നെ കറുത്ത മണ്ണ് വളരെ നല്ലതാണ് പരുത്തി കൃഷിക്ക് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി നമുക്ക് ബാക്കി മണ്ണും കൂടെ നോക്കിയാലോ? ചെമ്മണ്ണ് അല്ലേ? ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രാചീന പരൽരൂപ കായാന്തരിത ശിലക്ക് അപക്ഷയം സംഭവിച്ചാണ് ചെമ്മണ്ണ് ഉണ്ടാകുന്നത്. ഞാൻ പറഞ്ഞല്ലോ കുറേ ശിലാരൂപങ്ങളുണ്ട്. ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു ആഗ്നേയശില. ആഗ്നേയശിലയായിട്ടുള്ള ബസാൾട്ടിന് അപക്ഷയം സംഭവിച്ചിട്ടാണ് എന്തുണ്ടാവുന്നത്? കറുത്ത മണ്ണുണ്ടാകുന്നത്. ഇനി മറ്റൊരു ശിലയാണ് കായാന്തരിത ശില. ഈ കായാന്തരിത ശിലക്ക് അപക്ഷയം സംഭവിച്ചിട്ടാണ് എന്തുണ്ടാവുന്നത്? ചെമ്മണ്ണുണ്ടാവുന്നത്. കായാന്തരിത ശിലക്ക് അപക്ഷയം സംഭവിച്ചിട്ടാണ് ചെമ്മണ്ണ് ഉണ്ടാവുന്നത്. ഓക്കെ,
ഈ മണ്ണിൽ ഭയങ്കരമായിട്ട് ഇരുമ്പിൻ്റെ സാന്നിധ്യമുണ്ട് ചെമ്മണ്ണിൽ. അതുകൊണ്ടാണ് ഈ ചെമ്മണ്ണിന് എന്ത് കളറുള്ളത്? റെഡ് കളറുള്ളത്. എന്തുകൊണ്ടാണ് ചെമ്മണ്ണിന് ആ കളർ കാണുന്നത്? അതിൽ ഇരുമ്പിൻ്റെ സാന്നിധ്യം കൂടുതൽ ഉള്ളത് കൊണ്ടാണ്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം വന്നിട്ടുള്ള ലാറ്ററൈറ്റ് മണ്ണ്. കനത്ത മഴയും വരൾച്ചയും അത് എങ്ങനെ ചോദിച്ചു? മൺസൂണും അതുപോലെ തന്നെ വേനൽക്കാലവും എന്നാക്കി ചോദിച്ചു. കനത്ത മഴയും വരൾച്ചയും മാറി മാറി അനുഭവിക്കുന്ന പ്രദേശങ്ങളിൽ നമ്മുടെ മണ്ണിലുള്ള സിലിക്ക, ചുണ്ണാമ്പ് ഇങ്ങനെയുള്ള ലവണങ്ങൾ പിന്നെ മണ്ണിലേക്ക് എന്ത് ചെയ്യും? ഊർന്നിറങ്ങും. അതിൻ്റെ ഫലമായി ഈ ഊർന്നിറങ്ങുന്ന ഫലമായിട്ട് മണ്ണിലുള്ള സിലിക്കയും ചുണ്ണാമ്പ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നീക്കം ചെയ്യപ്പെടുന്നു. അതിൻ്റെ ഫലമായി രൂപപ്പെടുന്ന മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ്. ഓക്കെ, അപ്പം കനത്ത മഴയും വരൾച്ചയും മാറി മാറി വരുന്ന സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന മണ്ണാണ് ഏത്? ലാറ്ററൈറ്റ് മണ്ണ്. അപ്പം ഇങ്ങനെ എന്താ പറയുക, കാലാവസ്ഥ ഇങ്ങനെ മാറുന്നതിനനുസരിച്ച് ഈ മണ്ണിലുള്ള സിലിക്ക, ചുണ്ണാമ്പ് ഇങ്ങനെയുള്ള ലവണങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? മണ്ണിലേക്ക് ഈ ഒരു ഊർന്നിറങ്ങുന്നത് വഴി ഇതിൻ്റെ നല്ല സാധനങ്ങളൊക്കെ മിക്കതും നഷ്ടപ്പെട്ടു പോകുന്നു. അങ്ങനെ ഉണ്ടാകുന്ന മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ്. പീഠഭൂമിയിൽ പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം, രാജ്മഹൽ കുന്ന്, വിന്ധ്യ, സത്പുര പർവ്വതം, മാൾവ പീഠഭൂമി ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ മുഖ്യമായും ലാറ്ററൈറ്റ് മണ്ണാണ് കാണപ്പെടുന്നത്. അല്ലേ? ഇവിടെ പശ്ചിമഘട്ടം കണ്ടോടാ. അപ്പം നമ്മളെ കേരളത്തിൽ എന്ത് മണ്ണാണ് കൂടുതലുള്ളത്? ലാറ്ററൈറ്റ് മണ്ണ്. ലാറ്ററൈറ്റ് മണ്ണ്. പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം. എന്താ പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം എന്നൊക്കെ അറിയോ? നമ്മുടെ ഇന്ത്യയിലെ മാപ്പ് ഇങ്ങനെയാണെങ്കിൽ ഈ ഭാഗത്ത് നമ്മളെ കേരളവും കാര്യങ്ങളൊക്കെ അല്ലേ? ഇതാണ് പശ്ചിമഘട്ടത്തിൻ്റെ ഏരിയ. ഈ തമിഴ്നാടിൻ്റെ ഈ ഭാഗത്താണ് എന്ത്? പൂർവ്വഘട്ടത്തിൻ്റെ ഏരിയ. ഓക്കെ, ഇനി പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും എവിടെ കൂടിച്ചേരും? അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ PSC ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട്. ഇതെത്തുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ പശ്ചിമഘട്ടത്തിൽ, പൂർവ്വഘട്ടത്തിൽ, രാജ്മഹൽ കുന്നുകളിൽ, വിന്ധ്യ, സത്പുര ഭാഗങ്ങളിലൊക്കെ മുഖ്യമായിട്ട് കാണപ്പെടുന്ന മണ്ണാണ് ഏത്? ലാറ്ററൈറ്റ് മണ്ണ്. ഈ ലാറ്ററൈറ്റ് മണ്ണിന് എന്ത് കുറവായിരിക്കും? ഫലപുഷ്ടി കുറവായിരിക്കും. അയ്യോ, അതെന്തുകൊണ്ടാണ് അങ്ങനെ? ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, മണ്ണിലെ സിലിക്ക, ചുണ്ണാമ്പ് ഇങ്ങനെയുള്ള ലവണങ്ങളൊക്കെ മണ്ണിങ്ങനെ ഊർന്നിറങ്ങുന്നത് വഴി പോയി പോകും, നല്ല സാധനങ്ങളൊക്കെ. അപ്പം അതുകൊണ്ട് വലിയ ഫലപുഷ്ടി ഉള്ള മണ്ണൊന്നും അല്ല. ഓക്കെ, പക്ഷെ നമ്മൾ എന്ത് ഉപയോഗിക്കും? വളമൊക്കെ ഉപയോഗിച്ച് സെറ്റാക്കി കൃഷിക്കൊക്കെ വേണ്ടി ഉപയോഗിക്കാറുണ്ട് ലാറ്ററൈറ്റ് മണ്ണ്. ഓക്കെ, ഇനി ഉള്ളതാണ് പർവ്വതമണ്ണ്. പർവ്വതമണ്ണ് ദക്ഷിണേന്ത്യയിൽ പർവ്വതമണ്ണ് കാണപ്പെടുന്നത് പശ്ചിമഘട്ട, പൂർവ്വഘട്ട മലനിരകളിലാണ്. അതായത് പർവ്വതങ്ങളുള്ള ഏരിയാസിലാണ് എന്ത് കാണപ്പെടുന്നത്? പർവ്വതമണ്ണ്. നമ്മളെ ഹിമാലയം ഭാഗത്ത് ഉത്തരപർവ്വത മേഖലകളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണാണ് പർവ്വതമണ്ണ് കേട്ടോ. കർണാടകം, തമിഴ്നാട്, കേരളം എന്നീ സംസ്ഥാനങ്ങളിൽ തോട്ടവിളകൾക്ക്, പ്രത്യേകിച്ച് തേയില, കാപ്പി, സുഗന്ധദ്രവ്യങ്ങൾ, ഉഷ്ണമേഖല, പഴവർഗ്ഗങ്ങൾ എന്നിവയുടെ കൃഷിക്ക് പർവ്വതമണ്ണ് അനുയോജ്യമാണ്. ഓക്കെ, ദക്ഷിണേന്ത്യയിൽ പർവ്വതമണ്ണ് കാണപ്പെടുന്ന എവിടെയാടാ? പശ്ചിമഘട്ടത്തിലും പൂർവ്വഘട്ടത്തിലുമാണ്. അവിടെയുള്ള മലനിരകളിലാണ്. ഓക്കെ അല്ലേ? ഓക്കെ, പിന്നെ നമ്മൾ എവിടെയാണ് പറഞ്ഞത്? നമ്മുടെ ഉത്തരപർവ്വത മേഖലകളിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണാണ് പർവ്വതമണ്ണ്. ഏറ്റവും കൂടുതൽ ജൈവാംശമുള്ള മണ്ണാണ് പർവ്വതമണ്ണ്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അപ്പോൾ പ്രധാനപ്പെട്ട മണ്ണ് നമ്മൾ പഠിച്ചു. കറുത്ത മണ്ണ്, ചെമ്മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണ്, പർവ്വതമണ്ണ്. ഇനി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളൊരു മണ്ണുണ്ട്, എക്കൽ മണ്ണ് കേട്ടോ. എക്കൽ മണ്ണ് നമ്മുടെ ഉത്തരമഹാസമതലത്തിൽ ഏറ്റവും കൂടുതലായിട്ടുള്ള മണ്ണാണ് എക്കൽ മണ്ണ്. അതായത് നമ്മുടെ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര ഇതുപോലെയുള്ള നദികളൊക്കെ അവസാദങ്ങൾ വഹിച്ചുകൊണ്ട് വന്നിട്ട് അതിൻ്റെ നിക്ഷേപണ ഫലമായിട്ടുണ്ടാകുന്ന മണ്ണാണ് എക്കൽ മണ്ണ്. അതുപോലെ ഫലഭൂയിഷ്ഠമായിട്ടുള്ള മണ്ണാണ് എക്കൽ മണ്ണ് എന്നറിയപ്പെടുന്നത്. അതാണ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മണ്ണ്. നമ്മുടെ കേരളത്തിലും കാര്യങ്ങളൊന്നും അങ്ങനെ ആ മണ്ണ് അത്രത്തോളം ഇല്ല. ഉത്തരമഹാസമതല മേഖലകളിൽ ഏറ്റവും കൂടുതലുള്ള മണ്ണ് എക്കൽ മണ്ണാണ്. അടുത്ത ചോദ്യം നോക്കാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ് അല്ലേ? എന്തുകൊണ്ടാണ് കേരളം ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമായതെന്ന് അറിയോ? ഈ റബ്ബർ ഉൽപ്പാദനത്തിന് വേണ്ട ഒരു പ്രധാന ഘടകമാണ് ലാറ്ററൈറ്റ് മണ്ണ്. റബ്ബർ ഉൽപ്പാദനത്തിന് ഏറ്റവും യോജ്യമായ മണ്ണ് ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണ്. ലാറ്ററൈറ്റ് മണ്ണ് എങ്ങനെ ഉള്ള സ്ഥലത്താണ് ഉണ്ടാവുക എന്ന് നമ്മൾ പറഞ്ഞത്? മൺസൂൺ മഴയും വേനൽക്കാലവും മാറി മാറി വരുന്നിടത്താണ് ലാറ്ററൈറ്റ് മണ്ണുള്ളത്. അപ്പോൾ കേരളത്തിന് ഭയങ്കര സപ്പോർട്ടീവായിട്ട് എന്തുണ്ട്? ലാറ്ററൈറ്റ് മണ്ണുണ്ട്. അതുകൊണ്ടാണ് കേരളത്തിൽ എന്തുള്ളത്? കൂടുതൽ റബ്ബർ ഉള്ളത്. അപ്പോൾ റബ്ബർ ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം കേരളമാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്കു വ്യവസായശാല ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖലയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് കർണാടകം, ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ജംഷഡ്പൂർ, ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് കമ്പനി റൂർക്കേല, ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി പശ്ചിമ ബംഗാൾ. ഇത് നമ്മുടെ 10ാം ക്ലാസ്സിലെ ഇന്ത്യ സാമ്പത്തികാസൂത്രണം എന്ന് പറയുന്ന പഴയ ടെക്സ്റ്റ് ബുക്ക്, ഇപ്പോൾ അപ്ഡേറ്റഡ് വേർഷൻ അല്ലാത്ത ടെക്സ്റ്റ് ബുക്ക് 2016 എഡിഷൻ ഉണ്ടല്ലോ, ആ ടെക്സ്റ്റ് ബുക്കിലുള്ള ചോദ്യമാണ്. ഞാൻ പറഞ്ഞു നിങ്ങളോട്, ആ പാഠഭാഗം പഠിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ LGS ആയിക്കോട്ടെ, LD ലെവൽ എക്സാം ആയിക്കോട്ടെ, VSA, BEVCO LD,
ഡിഗ്രി ലെവൽ ആൻഡ് നമ്മുടെ ഫോഴ്സ് ടൈപ്പ് എക്സാം ഏത് എക്സാമിന് പഠിക്കുന്ന ആൾക്കാരാണെങ്കിലും ആ ചാപ്റ്റർ പഠിക്കണം, മസ്റ്റാണ്. അതുകൊണ്ട് അതുപോലെ വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന് പറയുന്നത് അതിൻ്റെ തൊട്ട് മുമ്പത്തെ പാഠം. ഈ 2 പാഠങ്ങളിൽ നിന്നും ചോദ്യം വരാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ പോലും നമുക്കില്ല. അപ്പോൾ അതെന്തായാലും നിങ്ങൾ പഠിക്കണം, മടി വിചാരിക്കാതെ. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ചാപ്റ്ററാണ്, പക്ഷെ പഠിച്ചാൽ അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാവും. ഇതിൻ്റെ ഉത്തരം ഇപ്പോൾ വരുന്നത് ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനിയാണ്, ജംഷഡ്പൂർ. എന്താ അതിൻ്റെ ചോദ്യം? ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല കേട്ടോ. സ്വകാര്യ മേഖല ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി, ജംഷഡ്പൂർ. നമുക്കതിൻ്റെ കുറച്ചുകൂടെ കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഇരുമ്പുരുക്ക് വ്യവസായം. അതൊരു ചോദ്യമാണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഏത്? ഇരുമ്പുരുക്ക് വ്യവസായം. ഇരുമ്പുരുക്ക് വ്യവസായശാലകൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ഏതൊക്കെയാണ്? കുറച്ച് മുമ്പ് നമ്മൾ ഒരെണ്ണം ക്വസ്റ്റ്യനിൽ പറഞ്ഞു, മാംഗനീസ് അല്ലേ? അതുപോലെ ആവശ്യമായിട്ടുള്ളതാണ് ഇരുമ്പയിര്, കൽക്കരി, മാംഗനീസ്, ചുണ്ണാമ്പ് കല്ല്, ഡോളമൈറ്റ് ചോദിക്കാറുണ്ട്. ഇരുമ്പുരുക്ക് വ്യവസായശാലകൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ഏതൊക്കെ? ഇരുമ്പയിര്, കൽക്കരി, മാംഗനീസ്, ചുണ്ണാമ്പ് കല്ല്, ഡോളമൈറ്റ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു അസംസ്കൃത വസ്തുവാണ് കൽക്കരി എന്ന് വിളിക്കുന്നത്, നമ്മുടെ കൽക്കരി. ഓക്കെ, അപ്പം ഈ കൽക്കരി പാടങ്ങളുടെ അടുത്താണ് നമ്മുടെ ഇരുമ്പയിര് നിക്ഷേപങ്ങൾ കൂടുതലായിട്ടുണ്ടാവുക. കാരണം എന്തുകൊണ്ടാണ്? ഇരുമ്പുരുക്ക് വ്യവസായത്തിൽ കൽക്കരിക്ക് അതുപോലുള്ള റോളുണ്ട്. അതുകൊണ്ട് കൽക്കരി പാടങ്ങളുടെ അടുത്താണ് ആരുണ്ടാവുക? ഇന്ത്യയിലെ ഇരുമ്പയിര് നിക്ഷേപങ്ങൾ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ പ്രധാന ഇരുമ്പുരുക്ക് വ്യവസായശാലകളുടെ പേരും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. ഈ ടേബിൾ മുഴുവൻ പഠിക്കണം കേട്ടോ, മാറി മാറി ചോദിക്കാറുണ്ട്. ആദ്യം തന്നെ കൊടുത്തിരിക്കുന്നത് ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല. നമ്മുടെ ഇപ്പോഴത്തെ ചോദ്യമാണത് അല്ലേ? ഏറ്റവും വലിയ സ്വകാര്യ മേഖല. 2 കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കാനുണ്ട്. ഏറ്റവും വലുതാണ്, സ്വകാര്യ മേഖലയിലുള്ളതുമാണ്, പ്രൈവറ്റുമാണ് അല്ലേ? അപ്പോൾ അതേതാ? അത് ടിസ്കോയാണ്. ഞാനിത് ഓർത്ത് വെക്കുന്നത് പ്രൈവറ്റ് എന്ന് പറയുമ്പോൾ ഒരു ടി ഉണ്ടല്ലോ, ആ ടിയിൽ തുടങ്ങുന്നതാണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മളിത് എത്ര പഠിച്ചാലും ഈ ടേബിളിലുള്ള ഒരു കുഴപ്പം PSC ഒന്ന് മനസ്സിട്ട് ചോദിച്ചാൽ ഇത് കൺഫ്യൂസിങ് ആവും എന്നുള്ളതാണ്. ഓക്കെ, എല്ലാം ഒരേപോലെ കിടക്കുന്ന സാധനങ്ങളുമാണ്. അപ്പോൾ പ്രൈവറ്റ് ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ടി ആണല്ലോ ലാസ്റ്റ്. ആ ടി വെച്ച് തുടങ്ങുന്ന ടിസ്കോ, ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനിയാണ് ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാല. എവിടെയാണ് ഈ ടിസ്കോ? ജംഷഡ്പൂരിലാണ് കേട്ടോ. ജംഷഡ്പൂർ, ജാർഖണ്ഡിലെ ജംഷഡ്പൂരിലാണ് ടാറ്റ ഇരുമ്പുരുക്ക് കമ്പനി ഉള്ളത്. ഓക്കെ അല്ലേ? വലുതാണ്, സ്വകാര്യ മേഖലയിലുള്ളതാണ്. ഏറ്റവും വലിയ സ്വകാര്യ മേഖല ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ്. ഓക്കെ, ഇനി അടുത്ത കാര്യത്തിലോട്ട് പോവാം. ഇസ്കോ അല്ലേ, ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. എന്താണ് ഇസ്കോ? ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഇതിന്റെ പ്രത്യേകത പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല. പൊതുമേഖലയിലെ ആദ്യത്തേതുമാണ്, പൊതുമേഖലയിലുള്ളതുമാണ്. പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഇസ്കോ, ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഇത് പശ്ചിമ ബംഗാളിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. പശ്ചിമ ബംഗാളിലെ സ്ഥലങ്ങൾ കൊടുത്തിട്ടുണ്ട്, കുൾട്ടി, ബരൺപൂർ, ഹിരാപൂർ. നിങ്ങൾ പശ്ചിമ ബംഗാൾ എന്നെങ്കിലും മിനിമം ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇസ്കോ ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി എന്താണ് പ്രത്യേകത? പൊതുമേഖലയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാല. പൊതുമേഖലയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാല. ഏറ്റവും വലിയ സ്വകാര്യ മേഖലയിലേതാണ് ടിസ്കോ. ഇത് പൊതുമേഖലയിലെ ആദ്യത്തേതാണ് ഇസ്കോ. ആദ്യത്തേത് ഫസ്റ്റ് അല്ലേ? അപ്പോൾ ഐ വെച്ച് തുടങ്ങുന്ന ഇസ്കോ, അങ്ങനെ ഓർത്തിരിക്കുക. ഇനി അടുത്തതാണ് നമ്മുടെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല. എന്താണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തേത്? അത് വിസിലാണ്. വിസിൽ വായിക്കാൻ നല്ല സുഖമല്ലേ? വിസിൽ, വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്. വിസിൽ വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്. എന്താ പ്രത്യേകത? ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല. അത് കർണാടകത്തിലെ ഭദ്രാവതിയിലാണ് വിസിൽ സ്ഥിതി ചെയ്യുന്നത്. എവിടെ? ഭദ്രാവതി, കർണാടകം. ഓക്കെ, അടുത്തത് അവിടെ വരെ നമ്മൾ സെറ്റാക്കി കേട്ടോ. ഇനി ബാക്കി നമ്മൾ പറയാൻ പോവാണ്. വിദേശ രാജ്യങ്ങളുടെ സഹായത്തോടു കൂടെ നമ്മൾ തുടങ്ങിയിട്ടുള്ള ഇരുമ്പുരുക്ക് ശാലകൾ, അതിന് നിർമ്മാണത്തിന് സഹായിച്ച രാജ്യങ്ങളുമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ശ്രദ്ധയോടെ ഇരിക്കണം. 1959 നമ്മുടെ ഇന്ത്യയിൽ 2 ഇരുമ്പുരുക്ക് ശാലകളാണ് വിദേശ രാജ്യങ്ങളുടെ സഹായത്തോടു കൂടെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഏതാ വർഷം? 1959. എത്രണ്ണം വന്നു? 2 എണ്ണം വന്നു. ആ 2 ഒരേ രാജ്യമാണോ? അല്ല കേട്ടോ, ശ്രദ്ധിക്കണം. ഒന്ന് റഷ്യയാണ്, ഒന്ന് ജർമ്മനിയാണ്. അങ്ങനെ റഷ്യയുടെ സഹായത്തോടു കൂടെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഭിലായ്, ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, ഭിലായ്. റഷ്യയുടെ സഹായത്തോടു കൂടെ നമ്മൾ ഉണ്ടാക്കിയതാണ് ഭിലായ്. അത് വന്നത് ഛത്തീസ്ഗഡിലെ ദുർഗ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഛത്തീസ്ഗഡിലെ ദുർഗ് എന്ന് പറയുന്ന സ്ഥലത്ത് 1959 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടു കൂടെ നമ്മൾ സ്ഥാപിച്ചിട്ടുള്ള ഇരുമ്പുരുക്ക് ശാലയാണ് ഏതാടാ? ഭിലായ്. ഓക്കെ, ഇത് ഞാൻ PSC പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഞാൻ അവിടെ ആദ്യം ഒരു PSC കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ അതിനകത്ത് ഒരാൾ എനിക്ക് പറഞ്ഞു തന്നത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്.
കേട്ടപ്പോൾ ഭയങ്കര കോഡായിട്ടൊന്നും തോന്നിയില്ലെങ്കിലും ആ ഒരു താളത്തിന് അതങ്ങനെ മനസ്സിൽ കിടക്കുന്നുണ്ട്. ഞാനത് പറഞ്ഞുതരാം. ഭിലായ് ചത്ത റഷ്യ എന്നാണ് എനിക്ക് പറഞ്ഞു തന്നത്. ഭിലായ് ചത്ത റഷ്യ. അപ്പം ഭിലായ് എന്ന് പറയുന്നത് ഉള്ളത് ഛത്തീസ്ഗഡിലാണ്. ചത്ത ഛത്തീസ്ഗഡ്, റഷ്യ സഹായിച്ചു. വർഷമൊക്കെ നമ്മൾ ഓർത്തിരിക്കണം കേട്ടോ. ഭിലായ് ചത്ത റഷ്യ. അപ്പോൾ ഭിലായ് ഛത്തീസ്ഗഡ് 1959 റഷ്യയുടെ സാങ്കേതിക സഹായത്തോടു കൂടെ സ്ഥാപിച്ചു. ഇനി 1959 രണ്ടെണ്ണം വന്നെന്ന് പറഞ്ഞില്ലേ, ജർമ്മനിയുടെ സഹായത്തോടു കൂടെ. അതേതാ? ജർമ്മനിയുടെ സഹായത്തോടു കൂടെ വന്നതാണ് റൂർക്കേല. ജർമ്മനിയുടെ സഹായത്തോടെ ഏതാ വന്നത്? റൂർക്കേല. അതെവിടെയാണ് വന്നത്? ഒഡീഷയിലാണ് വന്നത്. ഒഡീഷ. ഇതിൽ നമുക്ക് ഓർക്കാം, ജർമ്മനിയുടെ സഹായത്തോടു കൂടെ റൂർക്കേല അല്ലെ, റൂർക്കേല ഒഡീഷയിലാണെന്ന് നമുക്ക് കിട്ടണം. അതിൽ റൂർക്കേല എന്ന് കേൾക്കുമ്പോൾ എനിക്ക് എപ്പോഴും മൂർഖൻ എന്നാണ് ഓർമ്മ വരുന്നത്. മൂർഖൻ പാമ്പില്ലേ, മൂർഖൻ. അപ്പോൾ ഈ മൂർഖൻ പാമ്പ് കടിക്കാൻ വന്നാൽ നമ്മൾ അതിൻ്റെ സൗന്ദര്യം നോക്കിക്കൊണ്ട് നിൽക്കുമോ? സുന്ദരമാണല്ലോ എന്ന് പറഞ്ഞ് നിൽക്കുമോ? നമ്മൾ എന്ത് ചെയ്യും? ഓടും അല്ലേ. ഒഡീഷ. അപ്പോൾ റൂർക്കേല ഒഡീഷ. റൂർക്കേല ഒഡീഷ. പിന്നെ ജർമ്മനീൻ്റെ വെച്ചിട്ടാണ് അത് കണക്ട് ചെയ്യുന്നത്. റൂർ ജർമ്മനി, എന്ന് പറഞ്ഞിട്ട് കണക്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ അതെനിക്ക് മാറിപ്പോവാറില്ല. അങ്ങനെയൊക്കെ ഓർത്താൽ കിട്ടാറുണ്ട്. നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക. അടുത്തത് 1962 വന്നതാണ്. അതിന് നമ്മളെ സഹായിച്ച രാജ്യം UK ആണ്. യുകെയുടെ സഹായത്തോടു കൂടെ ദുർഗാപൂർ, പശ്ചിമ ബംഗാളിലെ ദുർഗാപൂരിൽ വന്നിട്ടുള്ളതാണ് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്. ദുർഗാപൂർ ഇരുമ്പുരുക്ക് ശാലയുടെ പേരും സ്ഥലത്തിന്റെ പേരും സെയിം ആണ്. ദുർഗാപൂർ എവിടുത്തെ സ്ഥലമാടാ? പശ്ചിമ ബംഗാളിലെ സ്ഥലമാണ്. വർഷം 1962. സഹായിച്ച രാജ്യം UK ആണ്, ഇംഗ്ലണ്ട് ആണ്. ഓക്കെ. ഇനി ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് 1964 നമുക്ക് പിന്നെയും റഷ്യ നമ്മളെ സഹായിക്കുകയാണ്. റഷ്യൻ്റെ ഒരു സ്നേഹം അല്ലേ, രണ്ടുവട്ടം സഹായിച്ചു. 59 സഹായിച്ചു, 64 സഹായിച്ചു. ഓർമ്മ വേണം കേട്ടോ. 59 ഏതിനാ സഹായിച്ചത്? ഭിലായ് ചത്ത റഷ്യ, ഭിലായ്ക്ക് വേണ്ടി സഹായിച്ചു. 64 ആർക്ക് വേണ്ടി സഹായിച്ചു? ബൊക്കാറോക്ക് വേണ്ടി സഹായിച്ചു. ഈ റഷ്യയുടെ സഹായമുള്ളതിനൊക്കെ നമ്മൾ ബി വെച്ചേ പേരിടുള്ളൂ എന്ന് തോന്നുന്നു അല്ലേ. ആദ്യത്തേത് ഭിലായി, പിന്നത്തേത് ബൊക്കാറോ അല്ലേ, ഒക്കെ ബി വെച്ച് എഴുതുള്ളൂ. അപ്പോൾ ഭിലായും ബൊക്കാറോയും ബി വെച്ച് തുടങ്ങുന്നത് രണ്ടും നമ്മളെ റഷ്യ സഹായിച്ചതാണ്. ഒന്ന് 59 ഭിലായ് ചത്ത റഷ്യ, 64 റഷ്യ സഹായിച്ചതാണ് ബൊക്കാറോ വന്നിട്ടുള്ളതും ജാർഖണ്ഡിലെ ബൊക്കാറോ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഓക്കെ, മനസ്സിലായോ? സെറ്റല്ലേ? പെട്ടെന്നൊന്നും അങ്ങോട്ട് തലയിട്ട് കയറിക്കൊള്ളുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും, കൺഫ്യൂസിങ് ആണ് എനിക്കറിയാം. പക്ഷെ നിങ്ങളത് പഠിക്കണം, എന്തായാലും പഠിക്കണം, കാരണം ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, ഒന്നുകൂടെ ജസ്റ്റ് പറയാം. ഞാൻ ക്വസ്റ്റ്യൻ ഞാൻ പറയാം, നിങ്ങൾ ആൻസർ ഒന്ന് ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കണം കേട്ടോ. ഏറ്റവും വലിയ സ്വകാര്യ മേഖലയിലെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏതാണ്? പറ്റുന്നുണ്ടോ? ഏതാണ്? ടിസ്കോ. ഇനി ഒന്നുകൂടെ ചോദിക്കാം, പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല, പൊതുമേഖലയിലെ ആദ്യത്തേത് ഏതാണ്? പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഐ വെച്ച് ഓർക്കണം എന്ന് പറഞ്ഞില്ലേ, ഫസ്റ്റത്തേത് ഐ പോലെയല്ലേ ഇരിക്കുക. അപ്പോൾ ഇസ്കോയാണ്. എവിടെയാണ് ഇസ്കോ? പശ്ചിമ ബംഗാൾ. ടിസ്കോന്റെ സ്ഥലം ഓർത്ത് വെച്ചോട്ടോ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ജംഷഡ്പൂർ ആണ്, ജാർഖണ്ഡിലെ ജംഷഡ്പൂർ. ഇനി ഒന്നുകൂടെ ചോദിക്കാം, 1959 ജർമ്മനിയുടെ സഹായത്തോടു കൂടെ വന്നത് ഏതാ? ഓർക്കണം എന്ന് പറഞ്ഞു. റൂർക്കേല എവിടെയാ വന്നേ? ഒഡീഷ. സുന്ദർഗഡ് ഒഡീഷ. സെറ്റല്ലേ? ഓക്കെ, നമുക്ക് ഇനി എന്ത് ചെയ്യാം? ബാക്കി ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും പഴക്കം ചെന്നതും ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതവുമായ ഭൂവിഭാഗം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്നതാണ്, ഏറ്റവും വിസ്തൃതമുള്ളതാണ്, ഏറ്റവും ഉറപ്പുള്ള ശിലകളാൽ ഉണ്ടാക്കിയതുമായ ഭൂവിഭാഗം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കാം. മാൾവ പീഠഭൂമി, ഉപദ്വീപീയ പീഠഭൂമി, ആരവല്ലി പർവ്വതനിര, ഉത്തര മഹാസമതലം. ഉത്തരം ഏതാണ്? ഉപദ്വീപീയ പീഠഭൂമി. അപ്പം നോക്കല്ലേ? ഓക്കെ. മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങളും മഹാരാഷ്ട്ര, കർണാടകം, തമിഴ്നാട്, തെലങ്കാന, ഒഡീഷ, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളുടെ ചില പ്രദേശങ്ങളും ഉൾപ്പെട്ട ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. ഓക്കെ, സ്റ്റേറ്റ്സ് ഒക്കെ ഒന്നുകൂടെ വായിച്ച് മനസ്സിലാക്കണം കേട്ടോ. 9 സ്റ്റേറ്റ്സ് ആണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ അതേ വേർഡ്സ് നമുക്കിവിടെ കാണാം. ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതമായ ഭാഗമാണേത്? ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതവും ഇത് തന്നെയാണ്, പഴക്കം ചെന്നതും ഇത് തന്നെയാണ്. എല്ലാം തന്നെ ആയില്ലേ? അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതമുള്ളത്, ഏറ്റവും പഴക്കം ചെന്നത്, ഉറപ്പേറിയ ശിലകളാൽ ഉണ്ടാക്കിയ ഭൂവിഭാഗം എന്നൊക്കെ ചോദിച്ചാൽ അത് ഏതാണ്? അത് നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിയാണ്.
ഇവിടെ നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിയുടെ പിക്ചറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിയിൽ വരുന്ന പീഠഭൂമികൾ ഏതൊക്കെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. മാൾവ പീഠഭൂമി, വിന്ധ്യ നിരകൾ, സത്പുര നിരകൾ, ഡെക്കാൻ പീഠഭൂമി, കണ്ടോ അതാണ് ഡെക്കാൻ കേട്ടോ. ഡെക്കാൻ പീഠഭൂമി, നമ്മുടെ കേരളമൊക്കെ വരുന്ന പശ്ചിമഘട്ടം, തമിഴ്നാടൊക്കെ വരുന്ന പൂർവ്വഘട്ടം, പിന്നെ ഡെക്കാൻ നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറായിട്ട് വരുന്ന ആരവല്ലി പർവ്വതനിര, കാര്യങ്ങളൊക്കെ നമ്മുടെ പിക്ചറിനകത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് വേറെയും കുറച്ചുകൂടെ കാര്യങ്ങൾ ഉപദ്വീപീയ പീഠഭൂമിയെക്കുറിച്ച് പഠിക്കണം. അപ്പോൾ അത് എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. നിമ്നോന്നതികൾ നിറഞ്ഞ എന്നൊക്കെ പറഞ്ഞാൽ എന്താ, ഭയങ്കരമാണോ നിമ്നോന്നതി എന്നൊക്കെ പറഞ്ഞാൽ? അല്ല, കുറേ ഉയരവും കുറേ ഇറക്കവും കയറ്റമൊക്കെ ഉണ്ടെന്ന് പറയില്ലേ, അതായത് കുറച്ച് കുണ്ടും പിന്നെ കുഴിയൊക്കെ ഉണ്ടെന്ന് പറയില്ലേ, അതാണ് നിമ്നോന്നതികൾ നിറഞ്ഞ ഈ ഭൂവിഭാഗത്തിൻ്റെ വിസ്തൃതി. നമ്മൾ പറഞ്ഞ ഭയങ്കര ഏറ്റവും കൂടുതൽ വിസ്തൃതിയുള്ള പ്രദേശമാണ് ഇന്ത്യയിലെ ഉപദ്വീപീയ പീഠഭൂമി. അപ്പോൾ എത്രയാണ് ആ വിസ്തൃതി? 15 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. എത്രയാ? 15 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ഇവിടെ പർവ്വതങ്ങളുണ്ട്, പീഠഭൂമികൾ, താഴ്വരകൾ, ഇതൊക്കെ ഈ ഒരു ഭൂപ്രകൃതിയിലുണ്ട്. ഈ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, ഇമ്പോർട്ടൻ്റ് ആട്ടോ, നോക്കി വെക്കണേ. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി നമ്മുടെ കേരളത്തിലാണ്. ഏതാണ്? ആനമുടിയാണ്. എത്രയാണ് ഉയരം? 2695 2695 മീറ്റർ. ഞാൻ നമ്പേഴ്സ് പറയാൻ നോക്കുമ്പോൾ ഇതെന്താ ഇങ്ങനെ പറയുന്നതെന്ന് വിചാരിക്കരുത്. കാരണം എനിക്ക് PSC പഠിക്കുന്ന സമയത്ത് ഭയങ്കര പാടായിരുന്നു നമ്പർ ഓർക്കാൻ. അപ്പോൾ അതിന് ഞാൻ കണ്ടുപിടിച്ചൊരു വഴിയാണ് ഈ നമ്പർ സ്പ്ലിറ്റ് ചെയ്ത് പറയുക എന്നുള്ളത്. അതെനിക്ക് കുറച്ച് എഫക്റ്റീവായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോഴും ആ ഒരു ശീലം കേട്ടോ. അപ്പോൾ ആനമുടിയുടെ ഉയരം 2695 മീറ്റർ ആണ്. എന്താ പ്രത്യേകത? ഉപദ്വീപീയ പീഠഭൂമിയിലെ ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമേറിയ കൊടുമുടിയാണ് ആനമുടി. പിന്നെ എന്താണ് ഈ ഒരു ഭൂവിസ്തൃതിയുടെ എന്താ പറയുക വിസ്തൃതി എന്ന് പറയുന്നത്? 15 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. എവിടെയാണ് നമ്മൾ ആനമുടി സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കി ജില്ലയിലാണ് അല്ലേ? ഇടുക്കി ജില്ലയിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. ഇനി നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിക്ക് ഒരു ഓമനപ്പേരുണ്ടടാ. നമുക്കൊക്കെ വീട്ടിലൊരു ഓമനപ്പേരുണ്ടാവില്ലേ? അതുപോലെ ഉപദ്വീപീയ പീഠഭൂമിക്ക് ഒരു ഓമനപ്പേരുണ്ട്. അതാണ് ധാതുക്കളുടെ കലവറ. നോക്കി വെച്ച ക്വസ്റ്റ്യൻ നമുക്ക് കാണാം. ധാതുക്കളുടെ കലവറ. ഓക്കെ, അപ്പം ഞാനിപ്പോൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ ചോദിക്കാൻ പോവാണ്. ഇന്ത്യയിലെ ഭൂപ്രകൃതി വിഭാഗങ്ങളിൽ ഏറ്റവും പഴക്കം ചെന്ന ഭൂവിഭാഗം ഏതാണ്? ഏറ്റവും വിസ്തൃതിയുള്ള ഭൂവിഭാഗം ഏതാണ്? ഏറ്റവും ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതമായ ഭൂവിഭാഗം ഏതാണ്? ഓക്കെ, ഇതൊക്കെ എന്താ ഉത്തരം? ഉപദ്വീപീയ പീഠഭൂമി. എത്രയാണ് വിസ്തൃതി? പറഞ്ഞു നോക്കിയേ. 15 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ഇവിടെ ഈ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാണ്? നമ്മുടെ കേരളത്തിലാണ്, ഇടുക്കിയിലാണ്, ആനമുടിയാണ്. 2695 മീറ്റർ ആണ്. ഇനി ഉപദ്വീപീയ പീഠഭൂമിക്ക് ഒരു ഓമനപ്പേരുണ്ടല്ലോ. എന്താ അത്? ധാതുക്കളുടെ കലവറ. നമ്മൾ പറഞ്ഞു ഇവിടെ ശിലകളൊക്കെ അപക്ഷയം സംഭവിച്ച് കറുത്ത മണ്ണ് പോലുള്ള അടിപൊളി മണ്ണും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അല്ലേ? നല്ല ധാതുക്കളുള്ള സ്ഥലമാണ് ഉപദ്വീപീയ പീഠഭൂമി. അപ്പോൾ ഇതിനെന്ത് വിളിക്കാം? ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കാം. പിന്നെ ഉപദ്വീപീയ പീഠഭൂമിയിൽ കാലികമായി മാത്രമേ മഴ ലഭിക്കുകയുള്ളൂ. കാലികമായി മാത്രം മഴ ലഭിക്കുന്ന ഇവിടുത്തെ നൈസർഗിക സസ്യജാലം. എന്താ ഈ നൈസർഗിക സസ്യജാലം എന്ന് വെച്ചാൽ അവിടെ കൂടുതലായിട്ട് കണ്ടുവരുന്നു ഉപദ്വീപീയ പീഠഭൂമിയിൽ കൂടുതലായിട്ട് സാധാരണയായിട്ട് കണ്ടുവരുന്ന സസ്യജാലങ്ങൾ ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളാണ്. നിങ്ങൾ വിചാരിക്കും ഇങ്ങനെ പഠിക്കണോ, ഇങ്ങനെ ഉള്ളിനുള്ളിന് ചോദിക്കണോ? ചോദിച്ചിട്ടുണ്ട്. എന്താ ചോദിച്ചത്? ഉപദ്വീപീയ പീഠഭൂമിയിലെ നൈസർഗിക സസ്യജാലം ഏതാണ് എന്ന് തന്നെ PSC ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതാടാ? അത് ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളാണ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ നൈസർഗിക സസ്യജാലങ്ങളാണ് ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ. ഓക്കെ, ഇനി നമ്മുടെ പശ്ചിമഘട്ടം ഉണ്ടല്ലോ, പശ്ചിമഘട്ടത്തിൻ്റെ പടിഞ്ഞാറൻ ചെരുവുകളിൽ നമുക്ക് ഉഷ്ണമേഖല മഴക്കാടുകളുണ്ട്. പക്ഷെ കൂടുതലായിട്ടും ഇവിടെ കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലങ്ങൾ ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകളാണ്. ഇനി നമ്മൾ നേരത്തെ പഠിച്ച കറുത്ത മണ്ണിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഈ ഉപദ്വീപീയ പീഠഭൂമിയായിട്ട് റിലേറ്റ് ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് വരാനുണ്ട്. അതെന്താണെന്നുള്ളത് വായിച്ചു നോക്കാം. ഉപദ്വീപീയ പീഠഭൂമിയുടെ തെക്കു ഭാഗമാണ് ഡെക്കാൻ പീഠഭൂമി. നമ്മൾ കണ്ടായിരുന്നല്ലോ. ഉപദ്വീപീയ പീഠഭൂമിയുടെ കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇതാ ഈ ഷേപ്പ്, ഇത്രയും നമ്മുടെ ഉപദ്വീപീയ പീഠഭൂമിയാണ്. അപ്പോൾ ഇത് ഇവിടെ നിന്ന് തുടങ്ങുമ്പോൾ ഇതിൻ്റെ തെക്ക് ഭാഗമാണല്ലോ ഡെക്കാൻ പീഠഭൂമി, താഴോട്ടേക്കാണല്ലോ. അതെ, അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമിയുടെ തെക്കു ഭാഗമാണ് ഡെക്കാൻ പീഠഭൂമി. ഈ ഡെക്കാൻ പീഠഭൂമിയുടെ മിക്ക പ്രദേശങ്ങളും അനേകം ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഒഴുകിപ്പരന്ന ലാവ തണുത്തുറഞ്ഞുണ്ടായതാണ്. ലാവ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ആഗ്നേയ ശിലകളിൽ നിന്നുള്ള ലാവ തണുത്തുറഞ്ഞാണ് ഉണ്ടായത്. ഇത് പ്രധാനമായും ബസാൾട്ട് എന്ന് പറയുന്ന ആഗ്നേയ ശിലകളാൽ നിർമ്മിതമായ പീഠഭൂമിയിൽ അതായത് ബസാൾട്ട് എന്ന് പറയുന്ന ആഗ്നേയശിലയിൽ നിന്നും ലാവ പുറത്തേക്ക് വന്ന് അല്ലെങ്കിൽ അതിന് അപക്ഷയം സംഭവിച്ച് അങ്ങനെയാണ് ഈ ഉപദ്വീപീയ പീഠഭൂമിയിൽ കൂടുതലായിട്ടും എന്ത് മണ്ണ് ഉണ്ടായത് എന്നാണ് പറയുന്നത്? കറുത്ത മണ്ണ്, ബ്ലാക്ക് സോയിൽ ഉണ്ടാവാൻ കാരണമായിട്ടുള്ളത്.
ഈ ബ്ലാക്ക് സോയിൽ എന്തിന് അനുയോജ്യമാണെന്ന് ഞാൻ പറഞ്ഞു. എന്ത് കൃഷിക്കാണ് ബ്ലാക്ക് സോയിൽ ഏറ്റവും നല്ലത്? പരുത്തി കൃഷിക്ക് അനുയോജ്യമാണ്. അതുകൊണ്ട് ഈ കറുത്ത മണ്ണിനെ നമുക്ക് എന്ത് വിളിക്കാടാ? കറുത്ത പരുത്തി മണ്ണെന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? കറുത്ത പരുത്തി മണ്ണ് എന്ന് വിളിക്കാം. ഉപദ്വീപീയ പീഠഭൂമിയിൽ ചെമ്മണ്ണും ഉണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു അല്ലെ? ചെമ്മണ്ണ്. കായാന്തരിത ശിലകൾക്ക് അപക്ഷയം സംഭവിച്ച് ചെമ്മണ്ണ് ഉണ്ടാകുന്നു. ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ച് കറുത്ത മണ്ണ് ഉണ്ടാകുന്നു. നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഓക്കെ, ഈ ചെമ്മണ്ണിന് ഫലപുഷ്ടി കുറച്ച് കുറവാണ്. പക്ഷെ എന്തിന്റെ അംശം ഉള്ളതുകൊണ്ടാണ് റെഡ് കളർ ഉണ്ടെന്നാ പറഞ്ഞത്? ഇരുമ്പിന്റെ അംശമുള്ളത് കൊണ്ടാണ്. ഇപ്പൊ ഇത്രയും പഠിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ PSC കണക്റ്റിംഗ് കാര്യങ്ങളാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്? മനസ്സിലായില്ലേ? കറുത്ത മണ്ണുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് തന്നെയാണ് ഉപദ്വീപീയ പീഠഭൂമിയിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മളോട് നേരത്തെ ചോദിച്ച അതേ ചോദ്യം ഇവിടെയുണ്ട്. അതിന്റെ ഉത്തരം ഇവിടെയുണ്ട്. മൺസൂൺ മഴയും ഇടവിട്ടുള്ള വേനൽക്കാലവും മാറി മാറി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ എന്ത് മണ്ണ് രൂപപ്പെടുവടാ? ലാറ്ററൈറ്റ് മണ്ണ് രൂപപ്പെടും. ലാറ്ററൈറ്റ് മണ്ണിൽ ഉണ്ടാകുന്ന നല്ലൊരു വിളയാണ് എന്ത്? റബ്ബർ. ഇപ്പൊ പഠിച്ചതൊക്കെ ഇതുമായിട്ട് കണക്ട് ആയില്ലേ? ഇങ്ങനെയാണ് PSC ചോദ്യം വരുന്നത്. മനസ്സിലായോ? ഇതാണ് PYQ പഠിക്കുന്നതിന്റെ ഗുണം. എല്ലാവരും ചോദിക്കും PYQ മാത്രം പഠിച്ചാൽ കിട്ടുമോ? ഒരിക്കലും ഇല്ല, PYQ മാത്രം പഠിച്ചാൽ കിട്ടില്ല. പക്ഷെ PYQ മാത്രം പഠിച്ചാൽ നമുക്ക് കിട്ടുന്ന ഒരു ബോധ്യമുണ്ട്. അതായത് ഏത് ചോദ്യം ഏത് മേഖലയിൽ നിന്ന് PSC ചോദിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്രയൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇതിൻ്റെ താഴെ എന്തെയുണ്ടോ നോക്കട്ടെ കേട്ടോ. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും കുറച്ച് നദികൾ ഉത്ഭവിക്കുന്നുണ്ട്. അതായത് ഹിമാലയത്തിൽ നിന്നും നമ്മൾ പറഞ്ഞല്ലോ നദികൾ ഉത്ഭവിക്കുന്നുണ്ട്, സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര ഒക്കെ. അതുപോലെ ഉപദ്വീപീയ പീഠഭൂമിയിലും കുറച്ച് നദികളൊക്കെ ഉയരമുള്ള സ്ഥലത്ത് നിന്ന് ഉത്ഭവിക്കുന്നുണ്ട്. അവരെന്ത് വിളിക്കടാ? ഉപദ്വീപീയ നദികൾ. ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളെ നമ്മൾ ഹിമാലയൻ നദികൾ എന്ന് വിളിക്കുമ്പോൾ ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളെ നമ്മൾ എന്ത് വിളിക്കും? ഉപദ്വീപീയ നദികൾ. സാധാരണയായിട്ട് എന്തെങ്കിലും ഒരു സാധനത്തിന് പേരിടുന്നത് എവിടെ നിന്നാണോ അത് ഉത്ഭവിക്കുന്നത് അതിന്റെ ബേസിലാണ്. അപ്പോൾ ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ഉത്ഭവിക്കുന്നതുകൊണ്ട് അതിന്റെ പേരെന്താ? ഉപദ്വീപീയ നദികൾ. ഈ ഉപദ്വീപീയ നദികളിലെ വെള്ളം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും മഴയെ ആശ്രയിച്ചാണ്. ഹിമാലയൻ നദികളിൽ മഞ്ഞുള്ളതുപോലെ മഞ്ഞുണ്ട്, അതൊരുക്കി വെള്ളമാകുന്ന പോലെ ഉപദ്വീപീയ നദികളിൽ മഞ്ഞുണ്ടോ? ഇല്ല. പിന്നെ ആരാ വെള്ളം കൊടുക്കുന്നത്? മഴയാണ് വെള്ളം കൊടുക്കുന്നത്. അതുകൊണ്ട് മഴ ഇല്ലാത്തപ്പോൾ ഈ നദികളിലൊക്കെ വെള്ളം കുറവായിരിക്കും, മഴയുള്ളപ്പോൾ നല്ല വെള്ളം ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഉപദ്വീപീയ നദികളിലെ നീരൊഴുക്ക് ആരെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്? അത് മഴയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അങ്ങനെയുള്ള ഉപദ്വീപീയ നദികളിൽ ഏറ്റവും കേമൻ ആരാ? ഏറ്റവും വലുതാരാ? അത് ഗോദാവരി നദിയാണ്. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും വലുതാരാണ്? ഏറ്റവും നീളം കൂടിയത് ഗോദാവരി നദിയാണ്. മിക്ക ഉപദ്വീപീയ നദികളിലും വെള്ളച്ചാട്ടം കാണും. അപ്പൊ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, വെള്ളച്ചാട്ടം നദിയുടെ ഏത് ഘട്ടത്തിലാണ് ഉണ്ടാവുക? ഉപരിഘട്ടത്തിലാണോ, മധ്യഘട്ടത്തിലാണോ, കീഴ്ഘട്ടത്തിലാണോ? ഉത്തരം ഒന്ന് പറഞ്ഞു നോക്കൂട്ടോ, മനസ്സിൽ കിട്ടുന്നുണ്ടോന്ന്. ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ പറയണേ കിട്ടുന്നുണ്ട് എന്നുള്ളത്. ഓക്കെ, അപ്പം മിക്ക ഉപദ്വീപീയ നദികളിലും എന്തുണ്ടാവും? വെള്ളച്ചാട്ടം ഉണ്ടാകും. അങ്ങനെ ഏറ്റവും ഉയരമുള്ള ഉപദ്വീപീയ നദികളിൽ ഏറ്റവും ഉയരമുള്ള വെള്ളച്ചാട്ടം ഏതാണ്? ജോഗ് വാട്ടർഫാൾസ് ആണ്. എവിടെയാണത്? കർണാടകത്തിലെ ശരാവതി നദിയിലാണ്. 225 മീറ്റർ ആണ് ജോഗ് വാട്ടർഫാൾസിന്റെ ഉയരം എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും കുറച്ച് നദികൾ വരുന്നുണ്ട്, അതിനെ നമ്മൾ ഉപദ്വീപീയ നദികൾ എന്ന് വിളിക്കുന്നു. അത് ഈ ഉപദ്വീപീയ നദികളുടെ വെള്ളം എന്ന് പറയുന്നത് എപ്പോഴും മഴയെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഇങ്ങനെയുള്ള ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയത് ഗോദാവരിയാണ്. മിക്ക ഉപദ്വീപീയ നദികളിലും വെള്ളച്ചാട്ടം കാണും. അങ്ങനെയുള്ള ഉപദ്വീപീയ നദികളിലെ വെള്ളച്ചാട്ടത്തിൽ ഏറ്റവും ഉയരം കൂടിയത് കർണാടകയിലെ ശരാവതി നദിയിലെ ജോഗ് വെള്ളച്ചാട്ടമാണ്. ഉയരം 225 മീറ്റർ. സെറ്റല്ലേ? ഓക്കെ, ഇവിടെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്, അത് വേറെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഞാൻ പറയാം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു ചോദ്യത്തിലേക്ക് പോവാം. കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ ഏതാണ്? ഇത് ദേശീയ ജലപാത എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചാനലിൽ തന്നെ ഇതിന്റെ ക്ലാസ് ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നാലും നമുക്ക് ഇതിന്റെ ഒരു ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നോക്കണം, കാരണം എപ്പോഴും ചോദിക്കുന്നതാണ്. കേരളത്തിലെ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. ദേശീയ ജലപാത 3, ദേശീയ ജലപാത 4, ദേശീയ ജലപാത 5 ആൻഡ് ദേശീയ ജലപാത 2. ഉത്തരം 3 ആണ്. ദേശീയ ജലപാത 3 എന്നുള്ളതാണ് കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ. നമുക്ക് നോക്കാം. ഓക്കെ,
നമ്മുടെ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ടത് 1986-ലാണ്. ഇതിന്റെ ആസ്ഥാനം നോയിഡയാണ് കേട്ടോ, നോയിഡ. നോട്ട് ചെയ്ത് വെച്ചോണം. 1986-ലാണ് ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി വന്നത്. ആസ്ഥാനം നോയിഡയാണ്. ഈ അതോറിറ്റി വന്നതിന് ശേഷം ഇന്ത്യയിലെ 5 ജലപാതകളെ അത് ദേശീയ ജലപാതകളായിട്ട് പ്രഖ്യാപിച്ചു. ഇതും നമ്മുടെ പഴയ 10ാം ക്ലാസ്സിലെ ബുക്കിലുള്ളതാണ്. ഇത് ചാപ്റ്റർ ഇന്ത്യ സാമ്പത്തിക ആസൂത്രണമാണോ വൈവിധ്യങ്ങളുടെ ഇന്ത്യയാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ആ 2 പാഠത്തിൽ ഏതോ ഒന്നിലാണ് ഇതുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം. NW1 അഥവാ ദേശീയ ജലപാത 1 ഗംഗാ നദിയിലാണ്. ഗംഗാ നദിയിൽ അലഹാബാദ് മുതൽ ഹാൽഡിയ വരെ കാണപ്പെടുന്നു. 1620 കിലോമീറ്റർ ആണ് അതിൻ്റെ നീളം എന്ന് പറയുന്നത്. ഇത് കോഡടക്കം സെറ്റാക്കി ഞാൻ ക്ലാസ് ഇട്ടിട്ടുള്ളതാണ്. കാണാൻ താല്പര്യമുള്ളവർക്ക് കോഡൊക്കെ കേൾക്കണം എന്നുള്ള ആൾക്കാർക്ക് അത് കേൾക്കാം കേട്ടോ. ഓക്കെ, പെട്ടെന്ന് മനസ്സിലാവും, ഈസി ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ NW1 ഗംഗാ നദിയിലാണ്, അലഹബാദ് മുതൽ ഹാൽഡിയ വരെ. ദേശീയ ജലപാത 2 NW2 ബ്രഹ്മപുത്ര നദിയിലാണ്, സാദിയ മുതൽ ധൂബ്രി വരെ 891 കിലോമീറ്റർ. ഇന്ന് നമ്മളിപ്പോൾ ചോദിച്ചത് ദേശീയ ജലപാത 3 കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാലാണ്, 205 കിലോമീറ്റർ. ഇനി NW4 ദേശീയ ജലപാത 4 ഗോദാവരി കൃഷ്ണ നദികളുമായി ചേർന്ന് കാക്കിനഡ പുതുച്ചേരി വരെയുള്ള കനാലാണ്, 1095 കിലോമീറ്റർ. ദേശീയ ജലപാത 5 പൂർവ്വ തീര കനാലുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബ്രാഹ്മണി മഹാനദി ഡെൽറ്റ 623 കിലോമീറ്റർ. അപ്പോൾ ഇത് എന്തായാലും പഠിക്കണം. ഇരുമ്പുരുക്ക് ശാലകളുടെ ടേബിൾ പറഞ്ഞ പോലെ ഈ ടേബിൾ എപ്പോഴും PSC ചോദിക്കാറുണ്ട്. അപ്പോൾ മസ്റ്റായിട്ട് പഠിച്ചിരിക്കുക. കോഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ ക്ലാസ് ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവരത് കണ്ടു നോക്കുക കേട്ടോ. ഈ NW3 അതുപോലെ തന്നെ NW1 ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ളത് അതാണ്. NW3 കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ്, നീളം ഓർത്തിരിക്കുക 205 കിലോമീറ്റർ. NW1 ഗംഗാ നദിയിൽ അലഹബാദ് മുതൽ ഹാൽഡിയ വരെയാണ്, 1620 കിലോമീറ്റർ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം ഏതാണ്? ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീര സമതലങ്ങൾ. ഏതാണ് ഇന്ത്യയുടെ ധാന്യപുര? അത് ഉത്തര മഹാസമതലത്തെയാണ് ഇന്ത്യയുടെ ധാന്യപുര എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇതും ഞാൻ പറഞ്ഞ ഇന്ത്യ സാമ്പത്തിക ആസൂത്രണം എന്ന് പറയുന്ന പാഠത്തു നിന്നുള്ളതാണ്. ആ പാഠഭാഗത്ത് നിന്ന് വരുന്ന ചോദ്യങ്ങൾക്ക് കണക്കില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും അത് പഠിച്ചിരിക്കണേ. ഞാൻ പിന്നെയും പറഞ്ഞു പോവാണ്, പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇന്ത്യയുടെ ധാന്യപുര, ഇതെല്ലാം നമ്മുടെ ചോദ്യം. കണ്ട ഹെഡിങ് ആയിട്ട് കൊടുത്തേക്കുന്ന കണ്ട. ഗോതമ്പ്, ചോളം, നെല്ല്, കരിമ്പ്, പരുത്തി, പയറുവർഗ്ഗം ഇങ്ങനെ ഉത്തര മഹാസമതലത്തിൽ കൃഷി ചെയ്യുന്ന വിളകൾ നിരവധിയാണ്. അതുകൊണ്ട് ഉത്തര മഹാസമതലത്തെ നമ്മൾ എന്താ വിളിക്കുന്നേ? ഇന്ത്യയുടെ ധാന്യപുര. എന്നാൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, കിട്ടുന്നുണ്ടോ നോക്ക്. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്നത് ഏത് ഭൂവിഭാഗമായിരുന്നു? കിട്ടുന്നുണ്ടോ ഉത്തരം? കിട്ടുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. അപ്പോൾ ഇന്ത്യയുടെ ധാന്യപുര എന്ന് വിളിക്കുന്നത് ഉത്തര മഹാസമതലത്തെ ആണെങ്കിൽ ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കുന്നത് ഉപദ്വീപീയ പീഠഭൂമിയാണ് അല്ലേ. ഇന്ത്യയുടെ ധാന്യപുരയാണ് ഏത്? ഉത്തര മഹാസമതലം. ലോകത്തിലെ തന്നെ ഏറ്റവും ജനനിബിഡമായ പ്രദേശമാണ് ഉത്തര മഹാസമതലം. ഏറ്റവും ആൾക്കാർ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് നമ്മുടെ ഉത്തര മഹാസമതലം. അവിടെ റെയിൽ ഗതാഗതം, അതുപോലെ റെയിൽ ശൃംഖല, റോഡ്, കനാൽ ശൃംഖല ഇതൊക്കെ ഏറ്റവും കൂടുതലുള്ളതും ഈ ഉത്തര മഹാസമുദ്രത്തിലാണ്. അത് പിന്നെ അങ്ങനെയാണല്ലോ ഉണ്ടാവുക. ഏറ്റവും കൂടുതൽ ആൾക്കാർ എവിടെയുണ്ടോ അവിടെ ചുറ്റിപ്പറ്റിയാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. അപ്പോൾ ആളുകൾ കൂടുതലായിട്ട് താമസിക്കുന്നത് ഉത്തര മഹാസമുദ്രത്തിലാണ്. ഇന്ത്യയിൽ റെയിൽ ശൃംഖല, റോഡ്, കനാൽ ശൃംഖലയൊക്കെ കൂടുതലുള്ളതും ഉത്തര മഹാസമതലത്തിലാണ്. ഉത്തര മഹാസമുദ്രത്തിന്റെ പടിഞ്ഞാറേ ഭാഗത്ത് മഴ വളരെ കുറവാണ്. അതെന്താടാ അങ്ങനെ? ഉത്തര മഹാസമുദ്രത്തിന്റെ പടിഞ്ഞാറേ ഭാഗത്ത് ആരാ ഉള്ളത്? താർ മരുഭൂമി ഉണ്ടല്ലേ. അപ്പോൾ അവിടെ മഴ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ രാജസ്ഥാൻ എന്ന സംസ്ഥാനത്തിന്റെ മിക്ക പ്രദേശങ്ങളിലും മരുഭൂമിയാണ്. ഈ മരുഭൂമിയുടെ പേരെന്താണ്? താർ എന്നാണ് പേര്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജയ്സാൽമീർ എവിടെയാണ്? ജയ്സാൽമീർ അത് ഈ താർ മരുഭൂമിയിലാണ്. എങ്ങനെയാണ് ഈ ഒരു താർ മരുഭൂമിയുടെ ഭാഗം, അതായത് രാജസ്ഥാൻ സമതലം എങ്ങനെ രൂപപ്പെട്ടു? രാജസ്ഥാൻ സമതലത്തിന്റെ രൂപീകരണത്തിന് കാരണമായ നദികൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്? ലൂണി നദിയും അതുപോലെ തന്നെ സരസ്വതി നദി. സരസ്വതി നദി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്ന ഒരു നദിയാണ് സരസ്വതി നദി. അപ്പോൾ ആ ലൂണി നദിയും സരസ്വതി നദിയുമാണ് രാജസ്ഥാൻ സമതലത്തിന്റെ രൂപീകരണത്തിന് പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള നദികൾ എന്നാണ് പറയപ്പെടുന്നത്.
ഓക്കെ. ഉത്തര മഹാസമുദ്രത്തിന്റെ വടക്ക് ഭാഗങ്ങളിൽ ജനസംഖ്യ കൂടുതലാണെങ്കിൽ ഈ രാജസ്ഥാന്റെ ഭാഗങ്ങളിൽ ജനസംഖ്യ വളരെ കുറവാണ്. കാരണം വെള്ളം പോലും മര്യാദയ്ക്കില്ല. പിന്നെ എങ്ങനെ ആൾക്കാരുണ്ടാകും? എന്താണ് ഈ മരുഭൂമിയുടെ പ്രത്യേകത? ഈർപ്പം തീരെ ഇല്ലാത്ത ലവണാംശമുള്ള മരുഭൂമി മണ്ണാണ് മരുഭൂമിയിൽ കാണപ്പെടുന്നത്. അപ്പോൾ രാജസ്ഥാനിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? മരുഭൂമി മണ്ണ്. എന്നാൽ ഉത്തര മഹാസമുദ്രത്തിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന മണ്ണ് ഏതാടാ? അത് എക്കൽ മണ്ണാണ്. അപ്പോൾ എന്താ മരുഭൂമി മണ്ണിന്റെ പ്രത്യേകത? ഈർപ്പം ഒട്ടും ഉണ്ടാവില്ല അല്ലേ? നനവൊന്നും ഉണ്ടാവില്ല. പിന്നെയോ ലവണാംശം ഉണ്ടാവും, ഉപ്പുണ്ടാവും. ഓക്കെ. അപ്പോൾ ഈർപ്പം ഒട്ടുമില്ല, ലവണാംശം ഉള്ള മണ്ണാണ് ഈ മരുഭൂമി മണ്ണ്. അവിടുത്തെ സ്വാഭാവിക സസ്യജാലങ്ങൾ? മുൾച്ചെടികളും കുറ്റിക്കാടുകളും. മരുഭൂമിയിലെ സ്വാഭാവിക സസ്യജാലങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം, മുൾച്ചെടികളും കുറ്റിക്കാടുകളും. എന്നാൽ ഞാൻ അറിയാത്തൊരു കാര്യം ചോദിക്കട്ടെ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചൊരു കാര്യം ചോദിക്കട്ടെ. ഉപദ്വീപീയ പീഠഭൂമിയിലെ നൈസർഗിക സസ്യജാലങ്ങൾ ഏതാണെന്നാണ് നമ്മൾ പറഞ്ഞത്? ഏതാണെന്ന് ഓർമ്മയുണ്ടോ? ഓർത്ത് നോക്കണം കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ. ഓക്കെ. രാജസ്ഥാനിൽ ഒരാണ്ടിൽ ലഭിക്കുന്നതിലും കൂടുതൽ മഴ കേരളത്തിൽ ഒരു ദിവസം ലഭിക്കും എന്നാണ് പറയുന്നത്. രാജസ്ഥാനിൽ പ്രധാനമായിട്ടും കൃഷി ചെയ്യുന്നത് ജോവർ, ബജ്റ ഇതുപോലുള്ള വിളകളാണ്. എന്തുകൊണ്ടാണ് അത് കൃഷി ചെയ്യുന്നത്? അതിന് വളരെ കുറഞ്ഞ അളവിൽ മാത്രം വെള്ളം മതി. അപ്പം മഴയൊന്നും കിട്ടൂല. പിന്നെ ഇവർ കൃഷി ചെയ്യുന്നത്? ജലസേചനത്തെ ആശ്രയിച്ചാണ് കൃഷി ചെയ്യുന്നത്. ഓക്കെ. ഓക്കെ. അപ്പം ഇത്രയാണ് നമുക്ക് എന്ത് പറയാനുള്ളത്? ഉത്തര മഹാസമുദ്രം ഇതുവരെ റിലേറ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്നത് ഏതാണ്? ഉത്തര മഹാസമുദ്രമാണ്. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്നത് ഉപദ്വീപീയ പീഠഭൂമിയാണ്. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചോദ്യം നോക്കാം. ഭൂപ്രതലത്തിൽ നിന്നും ഭൗമോപരിതലത്തിന്റെ ചിത്രങ്ങൾ ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന രീതി ഏതു പേരിൽ അറിയപ്പെടുന്നു? ആക്ച്വലി ഇത് ഇന്ത്യൻ ജോഗ്രഫിയിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ല. ഇത് വേൾഡ് ജോഗ്രഫിയുടെ ഭാഗമായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ നമ്മുടെ ടെക്സ്റ്റിൽ ഇത് ഇന്ത്യൻ ജോഗ്രഫിയായിട്ട് കൂട്ടിക്കലർത്തിയാണ് തന്നേക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനത് പറഞ്ഞുതരാം. പിന്നെ ഈ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് PSC ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. വേറെ ഒന്നുമല്ല, PSCക്ക് കുറച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നതുകൊണ്ട് നല്ലൊരു ക്വസ്റ്റ്യന് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. ഇതിൻ്റെ ഉത്തരം ഭൂതല ഛായാഗ്രഹണമാണ്. ഭൂതല ഛായാഗ്രഹണം. പക്ഷേ PSC ഇവിടെ കൊടുത്തേക്കുന്നതെന്ന് വായിച്ചു നോക്കിയേ. ഹായാഗ്രഹണം. എന്താണ് ഈ ഹായാഗ്രഹണം അല്ലേ? അപ്പോൾ ഭൂതല ഛായാഗ്രഹണമാണ്. ഭൂതല ഛായാഗ്രഹണം. എന്താ ഭൂതല ഛായാഗ്രഹണം? ഭൂപ്രതലത്തിൽ നിന്നും ഭൗമോപരിതലത്തിന്റെ ചിത്രങ്ങൾ ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്നു. നമ്മളിപ്പോൾ സാധാ ഫോട്ടോ ഒക്കെ എടുക്കില്ലടാ, അതാണ് ഭൂതല ഛായാഗ്രഹണം എന്ന് വിളിക്കുന്നത്. ഭൂപ്രതലത്തിൽ നിന്നും ഭൗമോപരിതലത്തിന്റെ ചിത്രങ്ങൾ ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്ന രീതിയാണ് ഭൂതല ഛായാഗ്രഹണം. നോക്കാം. ഓക്കെ. പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയുള്ള വർഗീകരണം. എന്താണ് ഈ പ്ലാറ്റ്ഫോം? എന്താ പ്ലാറ്റ്ഫോം? നമ്മൾ എവിടെയാണോ ക്യാമറ വെക്കുന്നത്, ഇപ്പോൾ ഡ്രോൺ ആണെങ്കിൽ എവിടെയാണോ ഡ്രോൺ വെക്കുന്നത്, എന്താണോ നമ്മൾ ഫോട്ടോ എടുക്കാൻ ഉപയോഗിക്കുന്നത്, സെൻസർ ആണെങ്കിൽ സെൻസർ വെക്കുന്നത്, എവിടെയാണോ നമ്മൾ ഈ സാധനം വെക്കുന്നത് അതിനെയാണ് നമ്മൾ പ്ലാറ്റ്ഫോം എന്ന് വിളിക്കുന്നത്. ഈ പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള വർഗീകരണമാണ് ഭൂതല ഛായാഗ്രഹണം, ആകാശീയ വിദൂര സംവേദനം, ഉപഗ്രഹ വിദൂര സംവേദനം. നമ്മളെ കയ്യിലുള്ള ക്യാമറ ഭൂമിയുടെ പ്രതലത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഫോട്ടോ എടുക്കുന്നതെങ്കിൽ അത് ഭൂതല ഛായാഗ്രഹണം. നമ്മളത് വല്ല വിമാനത്തിലും ഘടിപ്പിച്ചിട്ട് ആകാശത്ത് കൊണ്ടുപോയിട്ടാണ് ഫോട്ടോ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആകാശീയ വിദൂര സംവേദനം. നമ്മൾ ഈ പറയുന്ന സാധനം ഉപഗ്രഹത്തിലാണ് ഘടിപ്പിച്ചിട്ടുള്ളെങ്കിൽ അതിന് എന്ത് പറയൂടാ? ഉപഗ്രഹ വിദൂര സംവേദനം. ഇത്രയേ ഉള്ളൂ കാര്യം. എന്നാലും നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഭൂതല ഛായാഗ്രഹണം. ഭൂപ്രതലത്തിൽ നിന്നും ഭൗമോപരിതലത്തിന്റെ ചിത്രങ്ങൾ ക്യാമറ ഉപയോഗിച്ച് പകർത്തുന്നു. അതാണ് ഭൂതല ഛായാഗ്രഹണം. സെറ്റല്ലേ? അതാണ് ചോദിച്ചത്. ഇനി വിമാനത്തിൽ ഉറപ്പിച്ചിട്ടുള്ള ക്യാമറയുടെ സഹായത്തോടുകൂടി ആകാശത്ത് നിന്ന് ഭൂപ്രതലത്തിന്റെ ചിത്രം എടുക്കുന്നു. ആകാശീയ വിദൂര സംവേദനം. ഞാൻ പറഞ്ഞു തന്നെയല്ലേ? ഓക്കെ. ഭൂമിയിൽ നിന്ന് എടുക്കുക, അത് ഭൂതല ഛായാഗ്രഹണം. സെയിം സാധനം വിമാനത്തിൽ ഫിറ്റാക്കി ആകാശത്ത് കൊണ്ടുപോയി എടുത്താൽ അത് ആകാശീയ വിദൂര സംവേദനം. അതേ സാധനം നമ്മൾ കൃത്രിമ ഉപഗ്രഹങ്ങളിൽ ഘടിപ്പിച്ചിരിക്കുന്ന സംവേദനങ്ങൾ വഴിയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഉപഗ്രഹ വിദൂര സംവേദനം. ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ചോദ്യം. അവിടെയുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്, ഞാൻ കണ്ടായിരുന്നു. അത് ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കാത്ത ഘടകം കണ്ടെത്തുക. ഇതും ഒരു ക്യാൻസൽഡ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരും. എന്താ വെച്ചാൽ ഇതിലൊരു അപകടം ഇരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണ് അത് ക്യാൻസൽ ആയതെന്നും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കാത്ത ഘടകമാണ് കണ്ടെത്തേണ്ടത്. ഓപ്ഷൻസ്: അക്ഷാംശീയ സ്ഥാനം, പശ്ചിമാസ്വസ്ഥത, ഭൂപ്രകൃതി, സമുദ്ര സാമീപ്യം. അപ്പോൾ ഇത് നാലും ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഏതൊക്കെയാ? അക്ഷാംശീയ സ്ഥാനം, പശ്ചിമാസ്വസ്ഥത, ഭൂപ്രകൃതി, സമുദ്ര സാമീപ്യം.
എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, 10ാം ക്ലാസ് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, 10ാം ക്ലാസ്സിലുള്ള ഇതിൻ്റെ കണക്റ്റിംഗ് പോയിന്റ്സ് നമുക്കൊന്ന് നോക്കാം. കണ്ടോ, ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാടാ? അക്ഷാംശീയ സ്ഥാനം നമ്മുടെ ഓപ്ഷനിലുണ്ടായിരുന്നു, ഭൂപ്രകൃതി നമ്മുടെ ഓപ്ഷനിലുണ്ടായിരുന്നു, സമുദ്ര സാമീപ്യം, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം. അപ്പം നിങ്ങളിത് വായിക്കുമ്പോൾ വിചാരിക്കും, ഷടാ പശ്ചിമ അസ്വസ്ഥത എന്ന് പറയുന്ന ഒരു പരിപാടി ആ ഓപ്ഷനിലുണ്ടായിരുന്നല്ലോ, അത് ഇതിൽ കാണുന്നില്ല, അപ്പം അതല്ലേ ഉത്തരം വരികയെന്നല്ലേ. ഒന്നുകൂടെ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം, ഡൗട്ട് ഉള്ളവർക്കുണ്ടെങ്കിൽ. കണ്ടോ, അക്ഷാംശീയ സ്ഥാനം, പശ്ചിമ അസ്വസ്ഥത, സമുദ്ര സാമീപ്യം, ഭൂപ്രകൃതി. പശ്ചിമ അസ്വസ്ഥത നമ്മളിപ്പോൾ വായിച്ചേ കണ്ടില്ലല്ലോ, ഇല്ല. പിന്നെ എന്തുകൊണ്ട് PSC പശ്ചിമ അസ്വസ്ഥത ഉത്തരമായിട്ട് കൊടുത്തില്ല? അതിൻ്റെ ഉത്തരം കിടക്കുന്നത് +1 ടെക്സ്റ്റ് ബുക്കിലാണ്, ഞാൻ കാണിച്ചത്. കണ്ടോ, ഇത് നമ്മുടെ +1 ടെക്സ്റ്റ് ബുക്കാണ് കേട്ടോ. ഇതിൽ ഇന്ത്യയുടെ കാലാവസ്ഥയെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ ഇന്ത്യയുടെ കാലാവസ്ഥയെ നിർണ്ണയിക്കുന്ന ഘടകങ്ങളെ പ്രധാനമായിട്ട് നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന്, ഇന്ത്യയുടെ സ്ഥാനവും ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ, ഇന്ത്യയുടെ സ്ഥാനവും ഭൂപ്രകൃതിയും. അതിലാണ് നമ്മൾ പറയുന്ന അക്ഷാംശം, ഭൂപ്രകൃതി, സമുദ്ര സാമീപ്യം, ഇതൊക്കെ വരുന്നത് ഇന്ത്യയുടെ സ്ഥാനം, ഇന്ത്യയുടെ ഭൂപ്രകൃതി ഇതുമായി ബന്ധപ്പെട്ട ഘടകങ്ങളാണ്. രണ്ടാമത്തെ ഘടകമാണ് അന്തരീക്ഷമർദ്ദം, കാറ്റ്, ഇതുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ. ഓക്കെ, എന്താ ഞാൻ പറഞ്ഞത്? ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട 2 വിഭാഗങ്ങളുണ്ട്, ഘടകങ്ങൾ 2 വിഭാഗങ്ങളുണ്ട്. അതൊന്ന് ഇന്ത്യയുടെ സ്ഥാനം, ഇന്ത്യയുടെ ഭൂപ്രകൃതി ഇതുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ. 2, ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന അന്തരീക്ഷ മർദ്ദം, കാറ്റ്, ഇതുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ. അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം, ഭൂപ്രകൃതി ഇതുമായി ബന്ധപ്പെട്ട ഘടകങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അക്ഷാംശം, അതുപോലെ തന്നെ ഹിമാലയ പർവ്വതം, കരയുടെയും കടലിൻ്റെയും വിതരണം അഥവാ സമുദ്ര സാമീപ്യം, കടലിൽ നിന്നുള്ള ഉയരം, കടലിൽ നിന്നുള്ള അകലം എന്നൊക്കെ പറഞ്ഞു വരുന്നത്. ഓക്കെ, അതുപോലെ ഭൂപ്രകൃതി, നമ്മൾ നേരത്തെ അവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്തുമായി ബന്ധപ്പെട്ടതാ? ഇന്ത്യയുടെ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ ഇന്ത്യയുടെ സ്ഥാനവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. ഇനി രണ്ടാമത്തെ കാറ്റഗറി ഉണ്ടല്ലോ, അന്തരീക്ഷ മർദ്ദവും കാറ്റുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ, അതിൽ വരുന്നതാണ്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഭൗമ ഉപരിതലത്തിലെ അന്തരീക്ഷ മർദ്ദത്തിൻ്റെയും കാറ്റിൻ്റെയും വിതരണം. അത് ആഗോള കാലാവസ്ഥയെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ കാരണമുണ്ടാവുന്ന ജെറ്റ് പ്രവാഹങ്ങളുടെ വരവ്. അപ്പോൾ ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് എന്ത്? ജെറ്റ് പ്രവാഹം. ഒന്ന് നമ്മൾ പറഞ്ഞു അന്തരീക്ഷ മർദ്ദത്തിൻ്റെയും കാറ്റിൻ്റെയും വിതരണം. ഓക്കെ, എവിടെയൊക്കെ എങ്ങനെയൊക്കെയാണ് അന്തരീക്ഷ മർദ്ദമുള്ളത്, കാറ്റുള്ളത്. രണ്ടാമത്തെ കാര്യം എന്താണ്? ജെറ്റ് പ്രവാഹം. മൂന്നാമത്തെ ഇവിടെ നോക്കിയേ, പശ്ചിമ അസ്വസ്ഥത, ശൈത്യകാലങ്ങളിൽ രൂപപ്പെടുന്ന പശ്ചിമ അസ്വസ്ഥത. കണ്ടോ, അതുകൊണ്ടാണ് PSC ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യേണ്ടി വന്നത്. അപ്പോൾ 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് മാത്രം റെഫർ ചെയ്ത് പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ അവിടെ ഉത്തരം ഏത് എഴുതുമായിരുന്നു? പശ്ചിമ അസ്വസ്ഥത എഴുതുമായിരുന്നു. പക്ഷേ പശ്ചിമ അസ്വസ്ഥത ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഒരു ഘടകം തന്നെയാണ്. അത് ഇൻഡയറക്റ്റ് ആയിട്ട് 10ലെ ടെക്സ്റ്റിലും ഉണ്ട്, പക്ഷേ +1 ടെക്സ്റ്റ് അത് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ +1 ടെക്സ്റ്റ് ബുക്ക് പ്രകാരം ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന 2 വിഭാഗം ഘടകങ്ങളുണ്ട്. ഓക്കെ, അതിൽ ഒന്നാമത്തേതാണ് ഇന്ത്യയുടെ സ്ഥാനം, ഭൂപ്രകൃതി ഇതുമായി ബന്ധപ്പെട്ട ഘടകം. അതിലാണ് ഇന്ത്യയുടെ അക്ഷാംശം, ഭൂപ്രകൃതി, സമുദ്ര സാമീപ്യം, കടലിൽ നിന്നുള്ള ഉയരം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. രണ്ടാമത്തേതാണ് അന്തരീക്ഷ മർദ്ദവും കാറ്റുമായി ബന്ധപ്പെട്ട ഘടകങ്ങൾ. അതിൽ അന്തരീക്ഷ മർദ്ദത്തിൻ്റെയും കാറ്റിൻ്റെയും വിതരണം, ജെറ്റ് പ്രവാഹങ്ങൾ, പശ്ചിമ അസ്വസ്ഥത, ഇങ്ങനെ 3 ഘടകങ്ങളും കൂടെ വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? താരതമ്യേന വീതി കുറവ്, ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനുമിടയിൽ സ്ഥിതി ചെയ്യുന്നു, റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ നീളുന്നു, വീതി താരതമ്യേന കൂടുതലാണ്. ഇത് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ A 1ഉം 2ഉം ശരിയാണ്, B 2ഉം 3ഉം ശരിയാണ്, C 1ഉം 3ഉം ശരിയാണ്, D 4ഉം 2ഉം ശരിയാണ്. അപ്പം ഇതിൻ്റെ ഉത്തരം 1ഉം 3ഉം ശരിയാണ് എന്നുള്ളതാണ്. 1ഉം 3ഉം ശരിയാണ്. എന്താണ് 1ഉം 3ഉം? പടിഞ്ഞാറൻ തീരസമതലത്തിന് കിഴക്കൻ തീരസമതലവുമായി ബന്ധിപ്പിച്ച് നോക്കുമ്പം വീതി കുറവാണ്. പിന്നെയോ പടിഞ്ഞാറൻ തീരസമതലം റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയാണ് നീളുന്നത്. അപ്പം നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ ഇന്ത്യയുടെ തീരസമതലത്തിനെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ തുടങ്ങി
ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശം വരെ നീളുന്ന ഇന്ത്യയുടെ തീരപ്രദേശത്തിന് 6100 കിലോമീറ്റർ നീളമുണ്ട്. എത്രയാടാ? ഇന്ത്യയുടെ തീരപ്രദേശം 6100 കിലോമീറ്റർ ആണ്. ജോഗ്രഫിക്കലി എവിടെ മുതൽ എവിടെ വരെയാണെന്ന് പറഞ്ഞത്? ഗുജറാത്തിന്റെ ഭാഗത്തുള്ള റാൻ ഓഫ് കച്ച് മുതൽ നമ്മുടെ വെസ്റ്റ് ബംഗാളിന്റെ ഒക്കെ ആ ഭാഗത്തോട്ട് വരുന്ന ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ വരെയാണ് നമ്മുടെ എന്ത് തീരപ്രദേശം ഉള്ളത്. നീളം ഏകദേശം 6100 കിലോമീറ്റർ ആണ്. ഇനി പശ്ചിമഘട്ടത്തെയും പടിഞ്ഞാറൻ തീരസമതലത്തെയും അതുപോലെ തന്നെ കിഴക്കൻ തീരസമതലത്തിന്റെയും ഒരു എന്താ പറയാ രണ്ടിന്റെ ഒരു താരതമ്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം. പടിഞ്ഞാറൻ തീരസമതലം കാണപ്പെടുന്നത് അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിലാണ്. അത് ഈ ഒരു പടം വെച്ചിട്ട് നമ്മൾ നോക്കണം, ഈ ഒരു മാപ്പ് വെച്ചിട്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇതാണ് എന്ത്? ഇതാന്താടാ? ഇതാണ് അറബിക്കടൽ. ഇത് ഈ പടിഞ്ഞാറേ ഭാഗത്തുള്ളതാണല്ലോ നമ്മുടെ പടിഞ്ഞാറൻ തീരസമതലം. അപ്പോൾ ഇതാണ് അറബിക്കടൽ, ഇത് പടിഞ്ഞാറൻ തീരസമതലം. ഇപ്പുറത്ത് എന്തുണ്ട്? നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. എന്തുണ്ട്? പശ്ചിമഘട്ടം ഉണ്ടല്ലേ. അപ്പോൾ അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടക്കാണ് പടിഞ്ഞാറൻ തീരസമതലം. ഇനി കിഴക്കാണെങ്കിലോ ബംഗാൾ ഉൾക്കടലിനും ഇവിടെ ആരുണ്ട്? പൂർവ്വഘട്ടം ഇല്ലേ? പശ്ചിമഘട്ടം ഉള്ള പോലെ ഇപ്പുറത്ത് പൂർവ്വഘട്ടം ഉണ്ട്. ബംഗാൾ ഉൾക്കടലിനും പൂർവ്വഘട്ടത്തിനും ഇടക്കാണ് എന്ത്? കിഴക്കൻ തീരസമതലം. സെറ്റല്ലേ ഒന്നാമത്തെ പോയിന്റ്. ഇനി നമ്മൾ പറഞ്ഞു റാൻ ഓഫ് കച്ച്. റാൻ ഓഫ് കച്ചിൽ നിന്നാണ് എന്ത് തുടങ്ങുക? ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ നിന്നാണ് ഇന്ത്യയുടെ തീരസമതലം തുടങ്ങുന്നത്. അപ്പോൾ ഈ റാൻ ഓഫ് കച്ചിൽ നിന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെ വന്ന് കന്യാകുമാരി വരെ, റാൻ ഓഫ് കച്ചിൽ നിന്ന് തുടങ്ങി കന്യാകുമാരി വരെയാണ് ആര്? പടിഞ്ഞാറൻ തീരസമതലം ഉള്ളത്. അപ്പോൾ കന്യാകുമാരി മുതൽ എവിടെ വരെ ആയിരിക്കും? സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ. ഈ ഒരു ഏരിയ സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെയാണ് കിഴക്കൻ തീരസമതലം. മനസ്സിലായോ? റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ പടിഞ്ഞാറൻ തീരസമതലം, സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ കിഴക്കൻ തീരസമതലം. ഇനി നമ്മുടെ പടിഞ്ഞാറൻ തീരസമതലത്തിന് താരതമ്യേന വീതി കുറവാണ്. അപ്പുറത്തോ ബംഗാൾ ഉൾക്കടലിലുള്ള കിഴക്കൻ തീരസമതലത്തിനോ അതിന് വീതി കൂടുതലാണ്. അതായിരുന്നു നമ്മുടെ ഒരു സ്റ്റേറ്റ്മെന്റ്. ഇനി പടിഞ്ഞാറൻ തീരസമതലത്തെ നമുക്ക് പിന്നെ മൂന്നായിട്ട് തരംതിരിക്കാം. ആദ്യം റാൻ ഓഫ് കച്ചിൽ നിന്നാണല്ലോ തുടങ്ങുക, അത് ഗുജറാത്തിലാണല്ലോ. അപ്പോൾ ആ ഏരിയ നമുക്ക് ഗുജറാത്ത് തീരസമതലം എന്ന് വിളിക്കാം. ഗുജറാത്ത് തീരസമതലം. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളുടെ മഹാരാഷ്ട്ര, കർണാടക ആ ഒരു ഏരിയ വഴി വരുമ്പോൾ അവിടെയാണല്ലോ കൊങ്കൺ റെയിൽവേ ഒക്കെ ഉള്ളത്. അപ്പോൾ ഈ ഏരിയയിൽ നമുക്ക് എന്ത് വിളിക്കാം? കൊങ്കൺ തീരസമതലം എന്ന് വിളിക്കാം. കൊങ്കൺ. അത് കഴിഞ്ഞ് നമ്മുടെ കൊച്ചിയുടെ ഭാഗത്തോട്ടൊക്കെ എത്തുമ്പോൾ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? മലബാർ തീരസമതലം എന്ന് വിളിക്കാം. അപ്പോൾ പടിഞ്ഞാറൻ തീരസമതലത്തെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. ഗുജറാത്ത് തീരസമതലം, കൊങ്കൺ തീരസമതലം, മലബാർ തീരസമതലം. ഇനി ഈ പടിഞ്ഞാറൻ തീരസമതലത്താണ് കായലുകളും അഴിമുഖങ്ങളും. കൊച്ചിക്കായലൊക്കെ, വേമ്പനാട് കായൽ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നത് ഏതിലാണ്? പടിഞ്ഞാറൻ തീരസമതലത്തിലാണ്. ഇനി കിഴക്കിലോട്ട് വരുമ്പോഴോ കിഴക്കിൽ വീതി കൂടുതലാണ് അല്ലേ? ഇവിടെ നമുക്ക് കണ്ടുപിടി പിങ്ക് ഷെയ്ഡിട്ട് കാണുന്നതാണ് അതിൻ്റെ വീതി. ഇവിടെ കൂടുതലും പടിഞ്ഞാറിൽ വളരെ കുറവാണ്. അപ്പോൾ വീതി കൂടുതൽ കിഴക്കൻ തീരസമതലത്തിലാണ്. കിഴക്കൻ തീരസമതലത്തിനെ നമുക്ക് പിന്നെയും രണ്ടായിട്ട് തരംതിരിക്കാം. കോറമാണ്ടൽ തീരസമതലം എന്നും വടക്കൻ സിർക്കാസിസ് എന്നും. മറ്റേത് ഓർക്കുക എളുപ്പമല്ലേ? ഗുജറാത്ത്, കൊങ്കൺ, മലബാർ. ഇവിടെ വരുമ്പോൾ കോറമാണ്ടലും വടക്കൻ സിർക്കാസിസും. ഇനി പടിഞ്ഞാറൻ തീരസമതലത്ത് കായലുകളും അഴിമുഖങ്ങളും ആണുള്ളതെങ്കിൽ കിഴക്കിലുള്ളത് ഡെൽറ്റകളാണ്. ഡെൽറ്റകളുടെ രൂപീകരണം നടക്കുന്നു. നിങ്ങളോട് ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റാണ്. നമുക്ക് പലപ്പോഴും എക്സാം ഹാളുകളിൽ നമ്മുടെ ഇൻറ്റ്യൂഷൻസ്, നമ്മൾ വിചാരിക്കുന്ന, അതായത് എന്താ പറയുക, കറക്കിക്കുത്തി എഴുതുക. ഈ കറക്കിക്കുത്തി എഴുതുക എന്ന് പറയുന്ന കാര്യങ്ങളിൽ പോലും നമ്മൾ ലോജിക്കലി ആലോചിച്ചിട്ടല്ലേ കറക്കിക്കുത്തുക അല്ലേ? അല്ലാണ്ട് ചുമ്മാ കറക്കിക്കുത്തൂലല്ലോ. അപ്പം അങ്ങനെ ലോജിക്കലി ആലോചിക്കാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലുള്ള ഒരു ഇൻഫർമേഷനാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഈ ബംഗാൾ ഉൾക്കടലിലോട്ട് ഒഴുകുന്ന നദികളാണ് കൂടുതലായിട്ട് എന്തുണ്ടാക്കുന്നത്? കൂടുതലല്ല, ആ ഭാഗത്തോട്ട് ഒഴുകുന്ന നദികളാണ് ഡെൽറ്റകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഡെൽറ്റ രൂപീകരണവുമായി ബന്ധപ്പെട്ട നദികളുടെ പേര് ചോദിക്കുമ്പോൾ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളുണ്ട്, അതിനെ നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്ത് കളയാം എന്നാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? അപ്പോൾ ഡെൽറ്റകൾ ഉണ്ടാക്കുന്നത് ബംഗാൾ ഉൾക്കടലിലോട്ട് ചേരുന്ന അല്ലെങ്കിൽ കിഴക്കൻ തീരസമതലങ്ങളിലോട്ട് ഒഴുകുന്ന നദികളാണ്. പടിഞ്ഞാറിൽ എന്താ ഉള്ളതടാ? കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു. സെറ്റല്ലേ? ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് ആനമുടി, എവറസ്റ്റ്, കാഞ്ചൻജംഗ, ഹിമാലയം എന്നുള്ളതാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലുപ്പത്തിൽ രണ്ടാമതുള്ള കൊടുമുടി, ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടിയായിട്ട് പറയുന്നത് മൗണ്ട് കെ2 ആണ്. മൗണ്ട് കെ2, ഗോഡ്വിൻ ഓസ്റ്റിൻ. അപ്പോൾ അത് ഓപ്ഷനിലില്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? ക്വസ്റ്റ്യൻ PSC ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്.
അപ്പം നമുക്ക് ആ ഫാക്റ്റ് ഒന്ന് നോക്കാം. ഇവിടെ കണ്ടോ, ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് മൗണ്ട് കെ2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ. എത്രയാ ഗോഡ്വിൻ ഓസ്റ്റിൻ്റെ ഉയരം എത്രടാ? 8661 മീറ്റർ ആണ്. ഓക്കെ, ഇത് എവിടെയാണ് ഈ ഗോഡ്വിൻ ഓസ്റ്റിൻ അഥവാ മൗണ്ട് കെ2 സ്ഥിതി ചെയ്യുന്നത്? കാരക്കോറം മലനിരകളിലാണ്. ഓക്കെ, ഇത് ഹിമാലയത്തിൻ്റെ കുറച്ച് ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിക്കും. ട്രാൻസ് ഹിമാലയം, ഹിമാലയം പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഹിമാലയത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കുമ്പോൾ അതിലുള്ളതാണ് ട്രാൻസ് ഹിമാലയത്തിലെ കാരക്കോറം നിരകളിലുള്ള ഒരു കൊടുമുടിയാണ് മൗണ്ട് കെ2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ. പ്രത്യേകത, ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ്. ലോകത്തിലെ തന്നെ ഉയരമുള്ളതിൽ വെച്ച് രണ്ടാമത്തെ ഉയരമുള്ള കൊടുമുടിയും കൂടിയാണ് മൗണ്ട് കെ2 അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ. 8661 മീറ്റർ ഉയരമാണ് ഇതിനുള്ളത്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്തു. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാടാ? അത് ഏതാണ്? എവറസ്റ്റ് ആണ് കേട്ടോ. മൗണ്ട് എവറസ്റ്റ് ആണ്, നേപ്പാളിലാണ്. 8848 ഒന്ന് റിവൈസ് ചെയ്തിട്ടുണ്ട്. 8848.84 ആയി എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഹിമാലയം വളരുന്നുണ്ട്, എവറസ്റ്റ് വളരുന്നുണ്ട്. 8848.84 റീസൺ കിട്ടിയിട്ടുള്ളത്. അപ്പം മൗണ്ട് എവറസ്റ്റ് ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് മൗണ്ട് കെ2 ഗോഡ്വിൻ ഓസ്റ്റിൻ. 8661 മീറ്റർ ഉയരമാണ് ഉള്ളത്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചോദ്യം നോക്കാം അല്ലേ? സിന്ധു നദിയുടെ പോഷക നദികൾ താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയായത് ഏതാണ്? ഉത്തരം പറയാം. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ജലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. ഇതാണ് സിന്ധു നദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള പോഷക നദികൾ കേട്ടോ. ജലം, ചിനാബ്, രവി, ബിയാസ്, സത്ലജ്. ഓക്കെ, ഇനി ഇന്ത്യയിലെ കാർഷിക കാലങ്ങളിൽ റാബിയുടെ ശരിയായ വിളവിറക്കൽ കാലം ഏതാണ്? ഇന്ത്യക്ക് 3 കാർഷിക കാലങ്ങളുണ്ട്. റാബി, ഖാരിഫ്, റാബി, സെയ്ദ് എന്നിങ്ങനെ പേരിൽ. ഏതൊക്കെയാ? ഖാരിഫ്, റാബി, സെയ്ദ് ഇന്ത്യയിലെ കാർഷിക കാലങ്ങൾ. അതിൽ റാബിയുടെ ശരിയായ വിളവിറക്കൽ കാലം ഏതാണ് എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് നോക്കാം. എ മാർച്ച്, ബി ജൂൺ, സി നവംബർ മധ്യം ആൻഡ് ഡി ഡിസംബർ. ഇതിൽ ഉത്തരം വരുന്നത് സി നവംബർ മധ്യമാണ് കേട്ടോ. അപ്പോൾ റാബിയുടെ ശരിയായ വിളവിറക്കൽ കാലമാണ്, വിളവെടുക്കലല്ല, വിളവിറക്കൽ കാലം നവംബർ മധ്യത്തിലാണ് വരുന്നത്. അപ്പോൾ ഇത് SCERTയിലുള്ള ഒരു ടേബിളാണ്. വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന് പറയുന്ന പാഠാണെന്നാണ് എൻ്റെ ഓർമ്മ. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യ സാമ്പത്തിക ഭൂമിശാസ്ത്രം, ഈ 2 ചാപ്റ്റേഴ്സിലാണ് കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ ആ പാഠം ഏതാണെന്നുള്ളത് നോക്കിയിട്ട് അതിൻ്റെ റിലേറ്റഡ് നിങ്ങൾ പഠിക്കണം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കിപ്പോൾ ഇവിടെ നോക്കാം. കണ്ടോ? അപ്പോൾ ഇന്ത്യയിൽ കൃഷി ചെയ്യുന്ന കാലത്തിൻ്റെ അടിസ്ഥാനത്തിൽ 3 കാർഷിക കാലങ്ങളാണ് ഇന്ത്യയിലുള്ളത്. ഏതൊക്കെയാണ് ഉള്ളത്? ഖാരിഫ്, റാബി, സെയ്ദ്. ഓക്കെ, അപ്പോൾ ഖാരിഫ്, റാബി, സെയ്ദ് എന്ന് പറയുന്ന 3 കാർഷിക കാലങ്ങളുള്ളത് കൊണ്ട് തന്നെ ഖാരിഫ് എന്ന് പറയുന്ന കാർഷിക കാലത്തിൽ ഉണ്ടാക്കുന്ന വിളകളെ നമ്മൾ ഖാരിഫ് വിളകൾ എന്ന് വിളിക്കുന്നു. റാബി ആണെങ്കിൽ റാബി വിളകളെന്നും, സെയ്ദ് ആണെങ്കിൽ സെയ്ദ് വിളകളെന്നും എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് പ്രധാന വിളകൾ, എപ്പോഴാണ് വിളവിറക്കുക, എപ്പോഴാണ് വിളവെടുക്കുക, ഇതാണ് SCERTയിലുള്ള ടേബിൾ. നമുക്ക് പഠിക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമുക്ക് ക്വസ്റ്റ്യൻ പറയാം കേട്ടോ. നമ്മൾ റാബി അല്ലായിരുന്നു ചോദിച്ചത്? റാബിയുടെ വിളവിറക്കൽ കാലമാണ് ചോദിച്ചത്. കണ്ടോ, നവംബർ മധ്യം കറക്റ്റ് കൊടുത്തേക്കുന്നുണ്ടോ? നവംബർ മധ്യം എന്ന് പറയുമ്പോൾ ശൈത്യം തുടങ്ങുമ്പോൾ, ശൈത്യ ആരംഭത്തിലാണ് എന്ത് ചെയ്യുന്നത്? റാബി ഇറക്കുന്നത്. അപ്പോൾ വിളവെടുക്കുന്നതോ മാർച്ച് അഥവാ വേനൽ ആരംഭത്തിലാണ്. മാർച്ചിലാണ് അഥവാ വേനൽ ആരംഭത്തിലാണ്. ഓക്കെ, ഇനി നമുക്ക് ഖാരിഫ് മുതൽ സെറ്റാക്കി പഠിക്കാം. ആദ്യത്തെ കാർഷിക കാലമാണ് ഖാരിഫ്. ഖാരിഫിൽ വിളവിറക്കുന്നത് സ്കൂൾ തുറക്കും പോലെ നോർത്താൽ മതി. ജൂൺ മാസത്തിലാണ് തുടങ്ങുന്നത്. അപ്പോൾ ജൂണിൽ മൺസൂൺ തുടങ്ങുമ്പോൾ നമ്മുടെ കാർഷികകാലം തുടങ്ങുകയാണ്. മൺസൂണിൻ്റെ ആരംഭത്തോടുകൂടെ ജൂൺ മാസത്തിൽ വിളവ് ഇറക്കുന്നു. നവംബറിൽ ആദ്യ വാരത്തിൽ, അതായത് മൺസൂണിൻ്റെ അവസാനത്തോടുകൂടെ വിളവ് എടുക്കുന്നു. വിളവെടുക്കുന്നത് നവംബറിൽ മൺസൂണിൻ്റെ അവസാനത്തോടുകൂടെയും മൺസൂണിൻ്റെ ആരംഭത്തിൽ ജൂണിൽ വിളവ് ഇറക്കുകയും ചെയ്യുന്നു. പ്രധാന ഖാരിഫ് വിളകളാണ് നെല്ല്, ചോളം, പരുത്തി, തിന, ചണം, കരിമ്പ്, നിലക്കടല എന്നുള്ളത്. ഇത് കുറേ മുമ്പ് ഞാൻ PSC സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പഠിച്ചൊരു കോഡാണ്. മിസ്റ്റർ ആൻഡ് മിസ്സസ് PSC കണ്ടിട്ടാന്ന് തോന്നുന്നു. ചോഗനി പച്ചനെല്ല്. ഓക്കെ, ഈ കോഡുകളുടെ പ്രത്യേകത നമുക്ക് കേൾക്കുമ്പോൾ വലിയ കാര്യമൊന്നും തോന്നില്ലെങ്കിലും പിന്നെ നമുക്ക് ഓർമ്മ വരുന്നുള്ളതാണ് കേട്ടോ. ഇതൊന്ന് ട്രൈ ചെയ്തൊക്കെ. അപ്പോൾ ഖാരിഫ് വിളകളാണ് ചോഗനി, പച്ചനെല്ല്. എന്താടാ? ചോളം, കരിമ്പ്, നിലക്കടല, പിന്നെ പരുത്തി, ചണം,
പിന്നെ നെല്ല്. ഓക്കെ, പിന്നെ ഇവിടെ ഒരു തിനവിള എക്സ്ട്രാ വന്നിട്ടുണ്ട്, അത് ഓർത്തിരിക്കുക. അപ്പോൾ ഖാരിഫ് വിളകൾ പഠിച്ചാലുള്ള ഉപകാരം എന്താണ്? പിന്നെ നമ്മൾ റാബി വിളകൾക്ക് വേറെ കോഡ് ഉണ്ടാക്കണ്ട. ഖാരിഫ് വിളകൾ ഏകദേശം സെറ്റായി കഴിഞ്ഞാൽ അതല്ലാത്തതെല്ലാം റാബി എന്നുള്ളത് നമുക്കൊന്ന് കോമൺ സെൻസ് കൊണ്ട് ചിന്തിക്കാം. കാരണം എപ്പോഴും ചോദിക്കുന്ന കുറച്ച് സാധനങ്ങളേ ഉള്ളൂ, ഏതാണ് ഖാരിഫ് ഏതാണ് റാബി എന്നൊക്കെ ചോദിച്ചിട്ട്. ഓക്കെ, അപ്പോൾ അത് സെറ്റായി എന്ന് വിചാരിക്കുന്നു. അടുത്തതാണ് റാബി. റാബി നമ്മൾ പറഞ്ഞു നവംബർ മധ്യത്തിൽ ശൈത്യം തുടങ്ങുമ്പോൾ, മൺസൂൺ ഒക്കെ കഴിഞ്ഞ് ശൈത്യം തുടങ്ങുമ്പോൾ വിളവിറക്കുന്നു. മാർച്ച് വേനലിൻ്റെ ആരംഭത്തിൽ വിളവെടുക്കുന്നു. ഓക്കെ, ഇത് ഗോതമ്പ്, പുകയില, കടുക്, പയറുവർഗ്ഗങ്ങൾ എന്നിവയാണ് വരുന്നത്. ഗോപപാലിക പുകവലിക്കും എന്നുള്ളൊരു കോഡ് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. ഗോപപാലിക, അപ്പോൾ ഗോപ അതിൽ ഗോതമ്പും ഉണ്ട് പയറുവർഗ്ഗവും ഉണ്ട്. ഗോപ ബാലിക പുകവലിക്കും, അപ്പോൾ പുകയില. ഓക്കെ, അത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഖാരിഫ് പഠിച്ച റാബി സെറ്റാണ്. ഓക്കെ, ഓർത്തിരിക്കുക. ഗോതമ്പ്, പുകയില, കടുക്, പയറുവർഗ്ഗങ്ങൾ. ഇനി സെയ്ത് വിളവിറക്കുന്നത് മാർച്ചിലാണ്, അതായത് വേനലിൻ്റെ ആരംഭത്തിലാണ്. റാബി വിളവെടുത്ത് കഴിഞ്ഞപാടെ തന്നെ വേനലിൻ്റെ ആരംഭത്തിൽ സെയ്ത് വിളവിറക്കുന്നു. ജൂൺ മൺസൂൺ ആരംഭമാവുമ്പോൾ വിളവെടുക്കുന്നു. ഇത് റൊട്ടേറ്റ് ചെയ്തിട്ടാണ് പോരുന്നത്. ഈ ചാർട്ട് നോക്കിയാൽ മനസ്സിലാകും. സെയ്ത് പിന്നെ ഓർക്കാൻ എളുപ്പമാണ്. പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് സെയ്തിലുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ ഖാരിഫ്, റാബി, സെയ്ത് 3 കാർഷിക കാലങ്ങൾ പഠിച്ചു. വിളവെടുക്കുന്നതും പഠിച്ചു. പ്രധാന വിളകളെയും നമ്മൾ നോക്കി വെച്ചു. ഒന്നുകൂടെ ടേബിളൊക്കെ നോക്കി സെറ്റാക്കുക കേട്ടോ. ഇനി നമ്മൾ ഖാരിഫിൽ പറഞ്ഞു തിനവിള അല്ലേ? തിനവിള എന്താണ് ഈ തിനവിള എന്ന് പറയുന്നത്? ചെറുധാന്യങ്ങൾ, മില്ലറ്റ്സ്, ഇതിനെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്? തിനവിളകൾ എന്ന് വിളിക്കുന്നത്. 2023 ഇന്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ് ആയിരുന്നു അല്ലേ? അന്താരാഷ്ട്ര സാമ്പത്തിക വർഷമായിരുന്നു. അപ്പോൾ ചെറുധാന്യങ്ങളെയാണ് തിനവിളകൾ എന്ന് വിളിക്കുന്നത്. നമ്മൾ പറയുന്ന ജോവർ, ബജ്ര, റാഗിയൊക്കെ ഇല്ലേ, ഇതൊക്കെ ഈ തിനവിളകളിൽ പെടുന്ന സാധനമാണ് കേട്ടോ, ഓർത്തിരിക്കുക. ഓക്കെ, അത് നമ്മളെ പഴയ SCERT ടേബിളാണ്. ഇനി പുതിയതിൽ ഒരു പുതിയ സാധനം എനിക്ക് കാണിച്ചു തരാനുണ്ട്. അതായത് ഇത്രയും കാലം സെയ്ത് വിളകൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ ആകെ പഴവും പച്ചക്കറിയും മാത്രമേ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ ഒരു പുതിയ വിള കയറി വന്നേക്കുന്നു, കാലിത്തീറ്റ. അപ്പോൾ കാലിത്തീറ്റ സെയ്ത് വിളയാണെന്നുള്ളതൊന്ന് ഓർത്ത് വെച്ചിരിക്കുന്നത് നല്ലതാണ്. ഓക്കെ, അതുപോലെ തിനവിള എന്ന് നമ്മൾ ഇൻഡയറക്റ്റ് പഠിക്കുമ്പോൾ ഈ പുതിയ ടേബിളിൽ ബജ്ര, തുവര എന്നൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഡയറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉഷ്ണമേഖലാ വിളകളാണ് ഈ ഖാരിഫ് വിളകളൊക്കെ ഒട്ടുമിക്ക സാധനങ്ങളും. ഇനി റാബി വിളകളാണെങ്കിലോ മിതോഷ്ണ, ഉപോഷ്ണ മേഖലാ വിളകളാണ്. ഓക്കെ അല്ലേ? വേറെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല, ഓർത്തിരിക്കുക. ഖാരിഫിൽ തിനവിളകളെ പേരെടുത്ത് കൊടുത്തിട്ടുണ്ട്, ബജ്ര, തുവര അങ്ങനെയൊക്കെ ചോദിച്ചാൽ പെട്ടുപോകരുത്. പിന്നെ ഖാരിഫിൽ വരുന്ന വിളകൾ ഉഷ്ണമേഖലാ വിളകളാണ്. പിന്നെ റാബിയിൽ വരുന്ന വിളകൾ മിതോഷ്ണ, ഉപോഷ്ണ മേഖലാ വിളകളാണ്. സെയ്തിൽ എക്സ്ട്രാ എന്ത് വന്നു? ഒരു കാലിത്തീറ്റ വന്നിട്ടുണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ നഗരം ഏതാണ് കോട്ടണോപോളിസ്? കൽക്കട്ടയാണോ, ഡൽഹിയാണോ, ഹൈദരാബാദാണോ, അതോ മുംബൈ ആണോ? ഏതാണ്? മുംബൈ ആണ് കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇന്ത്യൻ നഗരം. എന്തുകൊണ്ടാണ് മുംബൈയെ കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് ഇന്ത്യൻ സാമ്പത്തിക ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന അതേ പാഠഭാഗത്തു നിന്നുള്ള ചോദ്യമാണ്. അപ്പം ഞാൻ ക്വസ്റ്റ്യൻസ് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ആ ചാപ്റ്റർ എന്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. പഠിക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും പഠിക്കണം. ഒരുപാട് തവണ ഞാൻ പറഞ്ഞു, അത്രയും ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇന്ത്യയിൽ പരുത്തി കൃഷി ചെയ്യുന്ന പ്രദേശങ്ങളും പ്രധാന പരുത്തി തുണി വ്യവസായ കേന്ദ്രങ്ങളുമാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. മഞ്ഞുവീഴ്ചയില്ലാത്ത വളർച്ചാകാലവും 20 മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയും ചെറിയ തോതിൽ വാർഷിക വർഷപാതവും പരുത്തി കൃഷിക്ക് ആവശ്യമാണ്. ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പം എത്രയാണ് പരുത്തി കൃഷിക്ക് ആവശ്യമായിട്ടുള്ള മഴയുടെ അളവ്? 20 മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ. മഴയല്ല, താപനില. 20 മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് താപനില. 20 ഡിഗ്രി സെൽഷ്യസ് മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് പരുത്തി കൃഷിക്ക് അനുയോജ്യമായ താപനില. പിന്നെയോ മഞ്ഞുവീഴ്ചയില്ലാത്ത വളർച്ചാകാലമാണ് പരുത്തി കൃഷിക്ക് വേണ്ടത്. ചെറിയ തോതിലെങ്കിലും വാർഷിക വർഷപാതവും വേണം. ഏത് മണ്ണാണ് പരുത്തി കൃഷിക്ക് നല്ലത് എന്ന് നമ്മൾ പറഞ്ഞു? കറുത്ത മണ്ണ് നല്ലതാണ്. അതുകൊണ്ടാണ് കറുത്ത മണ്ണിനെ എന്ത് വിളിക്കുന്നത്? കറുത്ത പരുത്തി മണ്ണെന്ന് വിളിക്കുന്നത്. ഓർത്തിരിക്കുന്നുണ്ടോ? കറുത്ത മണ്ണും എക്കൽ മണ്ണും ഞാൻ നേരത്തെ പറഞ്ഞു തന്നിരുന്നു. എക്കൽ മണ്ണും ഏറ്റവും അനുയോജ്യമാണ്. വസ്ത്രനിർമ്മാണ രംഗത്ത് ലോകവ്യാപകമായിട്ട് ഈ പരുത്തിനെ ഉപയോഗിക്കുന്നത് കൊണ്ട് പരുത്തിയെ നമ്മൾ എന്തെന്ന് വിളിക്കടാ? യൂണിവേഴ്സൽ ഫൈബർ. ഓർത്ത് വെച്ചോ, PSCയുടെ ഒരു മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. പരുത്തിയെ നമ്മൾ എന്ത് വിളിക്കും? യൂണിവേഴ്സൽ ഫൈബർ. എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്? ലോകത്തെല്ലായിടത്തും ഡ്രസ്സ് ഉണ്ടാക്കാൻ വേണ്ടി ആരെ വേണം? പരുത്തിനെ വേണം. അതുകൊണ്ട് അതിനെ എന്ത് വിളിക്കും? യൂണിവേഴ്സൽ ഫൈബർ എന്ന് വിളിക്കുന്നു. ഇന്ത്യയിലെ പരുത്തി ഉൽപ്പാദനത്തിൽ ഇന്ത്യക്ക് 4ാം സ്ഥാനം എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാനത് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാനിപ്പോൾ അത് പറയുന്നില്ല.
ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായമാണ് പരുത്തിത്തുണി വ്യവസായം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം, ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം ഏതാണ്? പരുത്തിത്തുണി വ്യവസായം. അപ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, നമ്മൾ നേരത്തെ പഠിച്ചതാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഏതായിരുന്നു? അത് ഇരുമ്പുരുക്ക് വ്യവസായമാണ്. ഇതോ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം അത് പരുത്തിത്തുണി വ്യവസായമാണ്. പരുത്തിയാണ് എന്തെന്ന് അറിയപ്പെടുന്നത്? യൂണിവേഴ്സൽ ഫൈബർ എന്ന് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് കുറച്ച് ഹിസ്റ്ററി നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ പരുത്തിത്തുണി മില്ല് വന്നത് 1818 ഇന്ത്യയിലെ ആദ്യത്തെ പരുത്തിത്തുണി മില്ല് വന്നത്. അതെവിടെയാണ് വന്നത്? കൊൽക്കത്തയ്ക്ക് സമീപമുള്ള ഫോർട്ട് ഗ്ലാസ്റ്ററിലാണ് വന്നത്. ഇതൊക്കെ ചോദിക്കുന്ന കേട്ടോ. ഈ ഒരു പാരഗ്രാഫിലൊന്നും നമുക്ക് വിടാൻ വേണ്ടിയിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ട് പരുത്തിത്തുണി മില്ല് വന്നത് കൊൽക്കത്തയിലെ ഫോർട്ട് ഗ്ലാസ്റ്ററിലാണ്. വർഷം 1818. അത് ചെറിയ തോതിലാണ് വന്നത്. പിന്നെ വൻതോതിൽ ഇങ്ങനെ ഒരു പരുത്തി ഉൽപ്പാദനം ആരംഭിക്കുന്നത് 1854 മുംബൈയിലാണ്. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാന പരുത്തിത്തുണി ഉൽപ്പാദന കേന്ദ്രം ഏതാണ്? മുംബൈയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രധാന പരുത്തിത്തുണി ഉൽപ്പാദന കേന്ദ്രം മുംബൈ ആയതുകൊണ്ട് മുംബൈയെ നമ്മൾ എന്ത് വിളിക്കുന്നു? കോട്ടണോപോളിസ്. അപ്പോൾ മുംബൈയെ നമ്മൾ കോട്ടണോപോളിസ് എന്ന് വിളിക്കാൻ കാരണം പരുത്തിത്തുണി വ്യവസായത്തിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നതുകൊണ്ടാണ് അതിനെ വിളിക്കുന്നത് അങ്ങനെ. മുംബൈയെ കോട്ടണോപോളിസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. പിന്നെ പരുത്തിയെ വിളിക്കുന്ന വേറൊരു പേരുണ്ടല്ലോ, എന്താ അത്? യൂണിവേഴ്സൽ ഫൈബർ എന്ന് വിളിക്കുന്നു. ഈ മുംബൈക്ക് ശേഷം പരുത്തിത്തുണി വ്യവസായത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്ഥലമാണ് ഏതാത്? അതാണ് അഹമ്മദാബാദ് കേട്ടോ. അഹമ്മദാബാദ്. ഓക്കെ. അപ്പോൾ ഈ പോയിന്റുകളൊക്കെ ഓർത്തിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. വേണ്ട താപനില 20 മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ. കറുത്ത മണ്ണും മെക്കൽ മണ്ണും പരുത്തിക്ക് അനുയോജ്യമാണ്. യൂണിവേഴ്സൽ ഫൈബർ എന്ന പരുത്തി അറിയപ്പെടുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായമാണ് പരുത്തിത്തുണി വ്യവസായം. ഇന്ത്യയിലെ ആദ്യത്തെ പരുത്തിത്തുണി മിൽ വന്നത് കൊൽക്കത്തയിലെ ഫോർട്ട് ഗ്ലാസ്റ്ററിലാണ് 1818. വൻതോതിൽ ഉൽപ്പാദനം 1854 മുംബൈയിലാണ്. പരുത്തിത്തുണി ഉൽപ്പാദന കേന്ദ്രം മുംബൈ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നതുകൊണ്ട് മുംബൈ എന്തെന്ന് വിളിക്കുന്നു? കോട്ടണോപോളിസ് എന്ന് വിളിക്കുന്നു. സെറ്റല്ലേ? ഓക്കെ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ഇത് കഴിഞ്ഞു. അടുത്ത പേജ് നോക്കാം. 1959 ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് ശാല. ഇതിന്റെ കണക്റ്റിംഗ് ഫാക്ട്സ് നമ്മൾ നേരത്തെ പഠിച്ചാണ്. അതുകൊണ്ട് ഉത്തരം നിങ്ങൾ പറയണം. പറഞ്ഞു നോക്ക് കിട്ടുന്നുണ്ടോന്ന്. ജർമ്മനിയാണ്. 59 59 നമ്മൾ എന്താ പഠിച്ചേ? 2 രാജ്യങ്ങൾ സഹായമായിട്ട് മുന്നോട്ട് വന്നു. 2 ഇരുമ്പുരുക്ക് ശാലകൾ ഉണ്ടാക്കി 59. അതിൽ ഒന്ന് ആരാന്ന് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് റഷ്യയായിരുന്നു. റഷ്യയുടെ സഹായത്തോടു കൂടെ നമ്മൾ ബിലായി ഉണ്ടാക്കി. പിന്നെ വേറെ ഒരാളാണ് ഈ ജർമ്മനി. ആ ജർമ്മനിയുടെ സഹായത്തോടു കൂടെ നമ്മൾ എന്താണ് ഉണ്ടാക്കിയത്? കണക്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു തന്നിരുന്നു. ഏതാണ്? ഉത്തരം കിട്ടുന്നുണ്ടോ? ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേല. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കേല. ഓക്കെ. അപ്പം നമുക്ക് ഈ ഓപ്ഷൻസ് ഒക്കെ ഒന്ന് സെറ്റാക്കി പറഞ്ഞു നോക്കാം. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ബിലായി വന്ന വർഷം ഏതാണ്? 59. സഹായിച്ച രാജ്യം റഷ്യ. ബിലായി ചത്ത റഷ്യ നമ്മൾ പറഞ്ഞു ഛത്തീസ്ഗഡിലാണ് വന്നിട്ടുള്ളത്. റൂർക്കേല 59 തന്നെയാണ്. ജർമ്മനിയാണ് സഹായിച്ചത്. ഒഡീഷയിലാണ് വന്നത് അല്ലേ? നമ്മൾ പറഞ്ഞു റൂർക്കേല മൂർഖൻ കടിക്കാൻ വന്ന ഓടും. സുന്ദർഗഡ് ഒഡീഷ. ഇനി ദുർഗാപൂറിൽ തന്നെയാണ് വന്നത്. ദുർഗാപൂർ നമ്മളെ സഹായിച്ചത് UK ആണ്. 1962. ബൊക്കാറോ ബിയുള്ള രണ്ടും നമ്മളെ സഹായിച്ചത് റഷ്യ ആണെന്ന് പറഞ്ഞു. 1964 വന്നത് ബൊക്കാറോയിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. കിട്ടിയെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ 6 വരി പാതകളായ സൂപ്പർ ഹൈവേകളെ ചേർത്ത് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ എന്ന് പേര് നൽകിയിട്ടുള്ള റോഡ് ഏതെല്ലാം നഗരങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? ഓപ്ഷൻസ് വായിക്കുന്നില്ല, ഉത്തരം പറയാണ്. ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത. ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത ഈ 4 നഗരങ്ങളെയാണ് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ ബന്ധിപ്പിക്കുന്നത്. 6 വരി പാതയാണ്. ഓക്കെ. നമുക്കിതിൻ്റെ SCERT കാര്യങ്ങളൊന്ന് നോക്കാം. ഇന്ത്യയിലെ മെഗാനഗരങ്ങളായ ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത എന്നിവിടങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന 6 വരി പാതയാണ് സുവർണ ചതുഷ്കോണ സൂപ്പർ ഹൈവേ. നാഷണൽ ഹൈവേ അതോറിറ്റിക്കാണ് ഇതിനുള്ള ചുമതല. ആർക്കാണ്? നാഷണൽ ഹൈവേ അതോറിറ്റി. ഓക്കെ അല്ലേ? ഓക്കെ.
ഇന്ത്യയിലെ വിവിധ നദീതട പദ്ധതികളും അവയുടെ നദികളും ചുവടെ നൽകിയിട്ടുള്ളത്. ശരിയായ ജോഡികൾ നമ്മൾ കണ്ടെത്തണം. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ഹിരാക്കുഡ് നർമ്മദ, സർദാർ സരോവർ ഗോദാവരി, കൃഷ്ണരാജ സാഗർ മഹാനദി, നിസാം സാഗർ കാവേരി. ഇതിൽ ഏതൊക്കെ പേരാണ്, അതായത് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും കറക്റ്റ് ചെയ്ത് ഇതിൻ്റെ പേർ ഏതാണ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. ഇത് ഞാൻ ഓപ്ഷൻ വായിക്കുന്നില്ല, ഉത്തരം പറയാണ്. ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ഉത്തരം. ഓപ്ഷൻ സി നമുക്ക് പറഞ്ഞു നോക്കാം. 1 ഹിരാക്കുഡ് മഹാനദി. എങ്ങനെ ഓർക്കണം? ഹിരാക്കുഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഹീറോനെ ഓർക്കാം. ഇത് ഞാൻ വേറെ എവിടെ നിന്നോ കേട്ടിട്ടുള്ള കോഡാണ് കേട്ടോ. ഇനി കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഇതൊക്കെ ഓൾറെഡി ഉള്ള കോഡാണ്, പുതിയ കോഡല്ലാന്നൊന്നും പറയണ്ട. ഞാൻ എവിടെ നിന്നൊക്കെയോ കേട്ടിട്ടുള്ള കോഡാണ്. എനിക്ക് എവിടെ നിന്നൊക്കെ പഠിക്കാൻ വേണ്ടി കിട്ടിയിട്ടുള്ള കോഡാണ്. ഞാൻ വിശ്വസിക്കുന്നത് നമുക്കറിയുന്നത് നമ്മൾ വേറൊരാൾക്കും കൂടെ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തരുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും ഇതെൻ്റെ സ്വന്തം കോഡല്ല. ഞാൻ പഠിക്കാൻ വേണ്ടി ഒരുപാട് സോഴ്സുകൾ ആശ്രയിച്ചിട്ടുണ്ട്. എവിടെ നിന്നൊക്കെ ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഹിരാക്കുഡിൽ നമുക്ക് എന്ത് ചെയ്യാം? ഹിരാക്കുഡിൽ നിന്ന് നമുക്കൊരു ഹീറോനെ എടുക്കാം അല്ലേ? ഹീറോ നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ ഒരു ഹീറോനെ കാണുകയാണ്. മമ്മൂട്ടിനെ കാണുന്നു, മോഹൻലാലിനെ കാണുന്നു, പൃഥ്വിരാജിനെ കാണുന്നു അല്ലേ? ആസിഫ് അലീനെ കാണുന്നു. അപ്പോൾ പെട്ടെന്നൊരു ഹീറോനെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഓടൂലേ? ഓടും. അപ്പോൾ ഒഡീഷയിലുള്ളൊരു നദിയാണ്. പിന്നെയോ ഈ ഹീറോ എന്ന് പറയുന്നത് ഒരു മഹാനടനാണ് അല്ലെങ്കിൽ മഹാഹീറോയാണ്. അപ്പോൾ ഹിരാക്കുഡ് മഹാനദി ഒഡീഷയിലുള്ളതാണ് മഹാനദി. അപ്പോൾ ഓടും, അതും കണക്റ്റഡ് ആണ്. ഇനി അടുത്തത് 2-1 സർദാർ സരോവർ നർമ്മദ നദിയിലാണ്. നർമ്മദാ നദി. നമ്മുടെ ഈ സർദാർ ജോക്സ് ഒക്കെ ഇല്ലേ? സർദാർ ജോക്സിന് പകരം സർദാർ നർമ്മങ്ങൾ നമുക്ക് പറഞ്ഞു വരാം. നർമ്മം എന്ന് പറഞ്ഞാൽ ജോക്കല്ലേ? സർദാർ സരോവർ നർമ്മദ. ഇനി കൃഷ്ണരാജ സാഗർ കാവേരി നദിയിലാണ്. കാവേരി നദിയിൽ. നിസാം സാഗർ എവിടെയാടാ? നിസാം സാഗർ ഗോദാവരി നദിയിലാണ്. ഒന്നുകൂടെ പറയാം. ഹിരാക്കുഡ് മഹാനദി, സർദാർ സരോവർ നർമ്മദ, കൃഷ്ണരാജ സാഗർ കാവേരി, നിസാം സാഗർ. ഏതിലാണ് നിസാം സാഗർ? ഗോദാവരി നദിയിലാണ്. ഓക്കെ. ഇത് നിങ്ങൾ വിചാരിക്കും ഇത് SCRT-യിലൊന്നും ഇല്ലാന്ന്. പക്ഷേ ഇത് പുതിയ SCRT ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ടേബിളാണ്. ഇതാണ് നിങ്ങളോട് അതേപോലെ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്കൊരു എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാം കേട്ടോ, സുഖമായിട്ട്. അതായത് ഇപ്പം നമ്മളോട് ചോദിച്ചിട്ടുള്ളത് നദീതട പദ്ധതിയും നദിയുമാണ്. ഇനി അവർക്കത് എങ്ങനെ ചോദിക്കാം? നദീതട പദ്ധതിയും സംസ്ഥാനമായിട്ട് ചോദിച്ചൂടെ? അങ്ങനെ ചോദിക്കാം. അപ്പം ഇപ്പം ചോദിച്ചിട്ടുള്ളത് ഈ 2 ടേബിളാണ്. ഈ 2 ടേബിൾ. ഇനി അവർക്കത് എന്താക്കാം? അവർക്ക് ഈ ടേബിളും അവർക്ക് ഈ ടേബിളും ആക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ ടേബിളും ആക്കാം. അവർക്ക് ഇഷ്ടമുള്ളവരോട് ചോദിക്കാടാ. അപ്പം നമുക്ക് എന്ത് വേണം? നമുക്കൊരു ഇൻഡ്യൂഷൻ വേണം. അപ്പം ഈ ടേബിളിൽ നമുക്ക് അവർക്കിനി എന്ത് ചെയ്യാം? തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കാം. അപ്പോൾ അവരെങ്ങനെ ചോദിച്ചാലും എനിക്കിത് കിട്ടണം. ആ ഒരു ഭാവത്തിൽ നമ്മൾ പഠിക്കണമെന്ന് മാത്രം. ഓക്കെ. അപ്പോൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഹിരാക്കുഡ് എന്ന് പറയുന്ന നദീതട പദ്ധതി മഹാനദിയിലാണ്. ഹിരാക്കുഡ് ഏതിലാണ്? നമ്മൾ പറഞ്ഞു മഹാനദി. ഓൾറെഡി ഞാൻ കണക്ട് ചെയ്തിട്ടൊന്നു. മഹാനടനെ കാണാൻ നമ്മൾ ഓടുന്നു. മഹാഹീറോയെ കാണാൻ ഓടുന്നു. ഒഡീഷ. ഇനി തുംഗഭദ്ര ഓൾറെഡി ക്വസ്റ്റ്യനിൽ ഇല്ലാത്തതായിരുന്നു. പഠിക്കണം. തുംഗഭദ്ര നദിയിൽ തന്നെയാണ് തുംഗഭദ്ര എന്ന് പറയുന്ന പ്രൊജക്റ്റ് ഉള്ളത്. തുംഗഭദ്ര എന്ന് പറയുന്ന നദി കൃഷ്ണാ നദിയുടെ പോഷക നദിയാണ് തുംഗഭദ്ര. കർണാടകത്തിലാണ് ഇതുള്ളത്. കർണാടകം. ഓക്കെ. ഇനി സർദാർ സരോവർ നമ്മൾ പറഞ്ഞു നർമ്മദ, ഗുജറാത്താണ് സ്റ്റേറ്റ്. സർദാർ സരോവർ എന്ന് പറയുന്ന പ്രോജക്റ്റ് നർമ്മദ നദിയിലാണ്. ഏത് സംസ്ഥാനം? ഗുജറാത്ത്. കൃഷ്ണരാജസാഗർ എന്ന് പറയുന്ന നദീതട പദ്ധതി കാവേരി നദിയിലാണ്, കർണാടകത്തിലാണ്. നിസാം സാഗർ ഗോദാവരി നദിയിലാണ്, ആന്ധ്രാപ്രദേശിലാണ്. ഈ നിസാം സാഗർ എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ ഒരിക്കലും നമ്മൾ ആന്ധ്രയാണ് സ്റ്റേറ്റ് എന്ന് വിശ്വസിക്കില്ല അല്ലേ? അപ്പോൾ ഓർത്തിരിക്കണം. ഈ നിസാം സാഗറാണ് എനിക്കിതിലൊന്ന് കൺഫ്യൂസിങ് ആയിട്ടും ട്വിസ്റ്റഡ് ആയിട്ടൊക്കെ തോന്നിയിട്ടുള്ളത്. അപ്പോൾ അത് ഓർത്തിരിക്കുക. നിസാം സാഗർ നദീതട പദ്ധതി ഗോദാവരി നദിയിൽ കാണപ്പെടുന്നു. സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ഓക്കെ അല്ലേ? പഠിച്ചിരിക്കണം കേട്ടോ. അപ്പം നദീതട പദ്ധതിയും നദിയും സംസ്ഥാനവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. ഇനി ഇതൊന്ന് ക്വസ്റ്റ്യൻ വരും, ഉറപ്പാണ്. ഇനി ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് ഓർക്കാം, ഇങ്ങനെ പറഞ്ഞായിരുന്നല്ലോ ക്വസ്റ്റ്യൻ വരും എന്നുള്ളത്. ഉറപ്പായിട്ടും വരും. പഠിച്ചിരിക്കുക. ഓക്കെ.
നമ്മുടെ സർദാർ സരോവർ ഡാമിൻ്റെ പടമൊക്കെ കൊടുത്തിട്ടുണ്ട്. വിവിധോദ്ദേശ നദീതട പദ്ധതിയാണ് സർദാർ സരോവർ ഡാം. ഇതൊക്കെ ഒരേ ചാപ്റ്ററിലുള്ളതാണ് കേട്ടോ. ഇനി ഹിമാലയ പർവ്വതനിരയായ ഹിമാദ്രിയുടെ സവിശേഷതകൾ അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻസ് നോക്കാം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭ്യമാവുന്നത് ഈ ഭാഗത്താണ്. ലോകത്തിലെ ഉയരമേറിയ കൊടുമുടികൾ കാണപ്പെടുന്നത് ഇവിടെയാണ്. മഞ്ഞു മൂടപ്പെട്ട പർവ്വതങ്ങളാണ്. നിരപ്പായ താഴ്വരകളായ ഡൂണുകൾ കാണപ്പെടുന്നു. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആണ്. ഉത്തരം നോക്കാം. സി ആണ് ഉത്തരം വരുന്നത്. 1ഉം 4ഉം സവിശേഷതകൾ അല്ലാത്തതാണ് ചോദിച്ചത് കേട്ടോ. അപ്പോൾ 1ഉം 4ഉം സവിശേഷതകളല്ല. എന്തേ 1ഉം 4ഉം? ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭ്യമാവുന്നത് ഹിമാദ്രിയിലാണ് എന്ന് ഓപ്ഷനിൽ പറഞ്ഞത് തെറ്റാണെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭ്യമാവുന്നത് ഹിമാദ്രിയിലല്ല. പിന്നെ നിരപ്പായ താഴ്വരകൾ അഥവാ ഡൂണുകൾ കാണപ്പെടുന്നു ഹിമാദ്രിയിൽ എന്ന് പറഞ്ഞതും തെറ്റാണ്. ഡൂണുകൾ കാണപ്പെടുന്നത് അപ്പോൾ ഹിമാദ്രിയിലല്ല. അപ്പോൾ ശരിയായത് എന്തൊക്കെയാ? ലോകത്തിലെ ഉയരമേറിയ കൊടുമുടികൾ കാണപ്പെടുന്നത് ഹിമാദ്രിയിലാണ്. മഞ്ഞു മൂടപ്പെട്ട പർവ്വതങ്ങൾ കാണപ്പെടുന്നതും ഹിമാദ്രിയിലാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഹിമാദ്രിയിലല്ല. ഡൂണുകൾ കാണപ്പെടുന്നതും ഹിമാദ്രിയിലല്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ നോക്കാം. പഴയ ടെക്സ്റ്റ് ബുക്കിലെ വൈവിധ്യങ്ങളുടെ ഇന്ത്യ എന്ന് പറയുന്ന പാഠഭാഗത്ത് നിന്നാണ് ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എടുത്തിട്ടുള്ളത്. നോക്കാം. ഈ ടേബിൾ കണ്ടോ? ഇതിലിപ്പോൾ ഹിമാദ്രിനെ കുറിച്ചാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. പക്ഷേ ബാക്കിയുള്ളതിൻ്റെയും സവിശേഷതകൾ ഹിമാദ്രിയിൽ ഇട്ടിട്ടാണ് ക്വസ്റ്റ്യൻ വന്നേക്കുന്നത്. നോക്കാം. ഏറ്റവും ഉയരം കൂടിയ ഹിമാലയത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ ആണിത് കേട്ടോ. ഹിമാലയത്തിനെ 3ആയി തരംതിരിച്ചു. ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. അതിൽ ഏറ്റവും ഉയരം കൂടിയ നിരയാണ് ഹിമാദ്രി. ഏറ്റവും ഉയരം കൂടിയത് 6000 മീറ്ററാണ് ശരാശരി ഉയരം. ഗംഗ, യമുന എന്നീ നദികൾ ഉത്ഭവിക്കുന്നു. 8000 മീറ്ററിന് മുകളിലുള്ള നിരവധി കൊടുമുടികളുണ്ട്. ഇതാണ് ഒന്നാമത്തേത്. ഉയരമുള്ള കൊടുമുടികൾ കാണപ്പെടുന്നു. 8000 മീറ്ററിന് മുകളിലുള്ള നിരവധി കൊടുമുടികളുണ്ട്. ഉദാഹരണമാണ് കാഞ്ചൻജംഗ, നന്ദാദേവി. ഹിമാദ്രിയെക്കുറിച്ചാണ് പറഞ്ഞത്. ഉയരം കൂടുതലാണ്, 6000 മീറ്റർ ആണ്. ഗംഗയും യമുനയും ഉത്ഭവിക്കുന്നു. 8000 മീറ്ററിന് മുകളിലുള്ള ഒരുപാട് കൊടുമുടികൾ സ്ഥിതി ചെയ്യുന്നു. ഉദാഹരണമാണ് കാഞ്ചൻജംഗ, നന്ദാദേവി. ഇനി ഹിമാദ്രി, അതായത് ഇത് ഹിമാദ്രി, ഈ താഴത്തുള്ളതാണ് ഹിമാചൽ. ഹിമാദ്രിയുടെ തെക്കു ഭാഗത്താണ് ഹിമാചൽ കാണപ്പെടുന്നത്. 3000 ഉയരം. ഇവിടെ 6000. ഹിമാദ്രിക്ക് 6000, ഹിമാചലിന് 3000. ഷിംല, ഡാർജിലിംഗ് എന്നിങ്ങനെയുള്ള സുഖവാസ കേന്ദ്രങ്ങൾ ഈ പർവ്വത നിരകളിലെ തെക്കേ ചെരുവിലായി കാണപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ഹിമാചൽ ഉയരത്തിലൂടെ 3000, ഹിമാദ്രിയുടെ തെക്കുഭാഗത്ത്. ഷിംലയും ഡാർജിലിംഗ് ഒക്കെ ഹിമാചലിലാണ്. സിവാലിക് ഹിമാചലിന്റെ തെക്ക് ഭാഗത്തായിട്ട് കാണപ്പെടുന്നു. 1220 മീറ്ററാണ് ഉയരം. അപ്പോൾ ഉയരം ശ്രദ്ധിക്കണം, ചോദിക്കാറുണ്ട്. ഹിമാദ്രി 1000, ഹിമാചൽ 3000, സിവാലിക് 1220. ഹിമാലയ നദികൾ ഈ പർവ്വതനിരയെ മുറിച്ചു കൊണ്ടൊഴുകുന്നു. ഏതിനെ? സിവാലിക്കിനെ മുറിച്ചു കൊണ്ടൊഴുകുന്നത് കൊണ്ട് പലയിടങ്ങളിലും ഈ സിവാലിക്കിന് തുടർച്ച നഷ്ടപ്പെടുന്നുണ്ട്. ഇവിടെ കണ്ടോ നദികൾ ഒഴുകുന്നത്? അപ്പോൾ ഹിമാലയ നദികൾ സിവാലിക്കിനെ മുറിച്ചു കൊണ്ടൊഴുകുന്നത് കൊണ്ട് സിവാലിക്കിന് തുടർച്ച നഷ്ടപ്പെടാറുണ്ട്. പിന്നെ നമ്മുടെ ഓപ്ഷനിലുള്ളൊരു സാധനം, നീളമേറിയതും വിസ്തൃതവുമായ താഴ്വരകൾ കാണപ്പെടുന്നത് സിവാലിക്കിലാണ്. ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? ഡൂണുകൾ. എക്സാമ്പിളാണ് ഡെറാഡൂൺ. അപ്പം നീളമേറിയതും വിസ്തൃതവുമായ താഴ്വരകൾ കാണപ്പെടുന്നത് സിവാലിക്കിലാണ്. അതിനെ നമ്മൾ ഡൂണുകൾ എന്ന് വിളിക്കുന്നു. അതിനൊരു എക്സാമ്പിളാണ് ഡെറാഡൂൺ. അപ്പോൾ എവിടെയാണ് ഡൂണുകൾ കാണപ്പെടുന്നത്? സിവാലിക്കിൽ, ഹിമാദ്രിയിലല്ല. ഓക്കെ അല്ലേ? ഈ ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്നുള്ള ക്ലാസിഫിക്കേഷൻ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ തന്നെ പിന്നെ സബ് ക്ലാസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. പുതിയ ടെക്സ്റ്റ് ബുക്ക് കുറച്ചുകൂടെ വാസ്റ്റാണ്. പക്ഷേ ഇത്രയും നമ്മൾ ചെയ്തതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകും പുതിയ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് PSC ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ക്ലാസ് കുറച്ച് ലെങ്തി ആയി പോയിട്ടുണ്ട്. ഇത് 2025 എല്ലാ ക്വസ്റ്റ്യൻസും, ഇന്ത്യൻ ജോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഇതിൽ കവർ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഇതിൻ്റെ PDF താഴത്തേക്ക് കിടക്കുകയാണ് കണ്ടോ. ഒത്തിരി ഇനിയും പറഞ്ഞു തരാൻ വേണ്ടിയിട്ടുണ്ട്. പക്ഷെ ഒരുപാട് ഭയങ്കര ലെങ്തി ക്ലാസ് ആയി പോകും. ഇത് ഞാൻ പാർട്ട് 2 ആയിട്ട് ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ എന്തായാലും അപ്ലോഡ് ചെയ്യാം. എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. 10th ലെവൽ ആയിക്കോട്ടെ, +2 ഡിഗ്രി ആരായാലും എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള ചോദ്യങ്ങളും എക്സ്പ്ലനേഷൻസും ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പാർട്ട് 2 എന്തായാലും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. പിന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ചോദ്യം തരാം. ഉത്തരം കമൻറ്റ് ബോക്സിൽ പറയണം. കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻ്റ് ആയിട്ട് ഇടണം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്. നിസാം സാഗർ നദീതട പദ്ധതി
നിസാം സാഗർ നദീതട പദ്ധതി ഏത് നദിയിലാണ് കാണപ്പെടുന്നത്? നദിയും അതുപോലെ തന്നെ സ്റ്റേറ്റ് അറിയാവുന്നവർ സ്റ്റേറ്റ് കൂടെ കമൻറ്റ് ചെയ്യുക. സ്റ്റേറ്റ് അറിയില്ല എന്നുണ്ടെങ്കിൽ നദിയെങ്കിലും കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ക്ലാസ് കേട്ട എല്ലാവർക്കും താങ്ക് യു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ക്ലാസ് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെന്താ, ലൈക്കും ഷെയറും ചെയ്യുക. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റുകളായിട്ട് അറിയിക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരവും കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ താങ്ക് യു. ഓക്കെ, പരീക്ഷയ്ക്ക് തയ്യാറാണ് എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.